السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق النبي صلى الله عليه وسلم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രാസ്ഥാനിക നേതാക്കൾ, സഹപ്രവർത്തകർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു നിലയിൽ ദക്ഷിണ കന്നഡ ജില്ലയുടെ സംഘാടക മികവിൻ്റെ നല്ലൊരു സദസ്സിൽ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന, നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും പ്രകാശിതമായി നിൽക്കുന്ന താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും താജുൽ ഫുഖാഹ, താജുൽ ശരീഅ, ഖുറത്തുസ് സാദാത്ത് അടക്കമുള്ള കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലെ പഴയ കാലം മുതൽ തന്നെ ദർസിലും മദ്രസയിലും അങ്ങനെ ഉൾക്കൊള്ളുന്ന ദീനീ ദഅവത്തുകളിൽ നേതൃത്വം നൽകിയ മരണപ്പെട്ടു പോയ എല്ലാ പൂർവീക മഹത്തുക്കൾക്കും അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പൊതുവെ നമ്മുടെ പ്രഭാഷണത്തിൽ വരുന്ന ചില പ്രയോഗങ്ങളിൽ അബദ്ധം പറ്റാറില്ലെങ്കിലും സുബദ്ധം ആവാറില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച സമസ്ത എന്ന പ്രയോഗം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് രൂപീകൃതമായത് 1926 അത് സ്ഥാപിക്കപ്പെട്ടത് ആദരവായ റസൂലുള്ളാഹിയുടെ കാലത്താണ്. ആമുഖമായി അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. കേവലം ഒരു സംഘടന അല്ല നമ്മുടെ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കുറച്ച് കൊല്ലം 30 കൊല്ലം മുന്നെയാണെങ്കിൽ ഞാൻ നെക്കിനിക്കിൽ കുറച്ച് പളക്കം പറയട്ടെ, ഇപ്പം ആവുന്നില്ല. അന്ന് ഞാൻ മംഗലാപുരത്ത് ബന്ദറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ വയലിന് വരുത്തുന്നു, അത്ഭുത പാലെന്ന് പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ എൻ്റെ വിഷയത്തിൻ്റെ കോർവ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ് മലയാളത്തിൽ പളക്കം പറയുന്നത്. അവയല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവകാല പ്രവാചകന്മാരുടെ അവസാനത്തെ നബിയും ഇനിയൊരു നബി വരാനില്ലാത്ത നിലയിൽ പരിശുദ്ധ ദീനിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന നേതാവാണ്. ഖാതിമുൽ അംബിയ ആണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖായത് കൊണ്ട് തന്നെ അർഹമുർ റാഹിമീൻ അള്ളാഹുവായ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലുള്ള, നാം കാണുന്ന പ്രപഞ്ചത്തിലുള്ള, നമ്മുടെ കണ്ണിൻ്റെ അപ്പുറത്തുള്ള ഗോളങ്ങളിലുള്ള സർവ്വജീവികൾക്കും ജീവനില്ലാത്ത വസ്തുക്കളുടെയും റബ്ബാണ്. റബ്ബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ മഹത്വമാണ്. ആ അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്ന് ബോധ്യപ്പെടുത്തി തരാനാണ് മുത്തുനബി വന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ് ആദ്യം നമ്മളിൽ ഉറക്കേണ്ടത്. മുത്തുനബിയിലുള്ള വിശ്വാസം ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നമുക്ക് വല്ലാതെ പറയാൻ സാധിക്കുകയുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് കലിമത്തു തൗഹീദ്.
അതിൽ ഷഹാദത്ത് കലിമ കൊണ്ട് അള്ളാഹുവിനെ പ്രഖ്യാപിക്കുന്നത് ആദ്യം അള്ളാഹുവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നത് മുത്തുനബിയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലി ബാല്യകാലങ്ങളിലെല്ലാം ചെറിയ പ്രായത്തിലെല്ലാം നല്ല സ്വഭാവത്തിൽ തന്നെ എല്ലാവർക്കും അംഗീകരിക്കുന്ന നിലയിൽ ജീവിച്ചു. നുബുവത്തിൻ്റെ നേരമാകുമ്പോഴേക്ക് ആ വിശ്വാസം ജനങ്ങളിൽ നല്ല രൂപത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു, നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒറ്റക്ക് ദഅവ പ്രവർത്തനം നടത്തിയാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. അള്ളാഹുവിനെ കൊണ്ട് എല്ലാവരും വിശ്വസിക്കണം, ഞാൻ സ്വർഗത്തിൻ്റെ പഴം തരാം, നിങ്ങൾക്ക് ജീവിതം തരാം, പട്ടിണിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും തങ്ങളെ കൊണ്ട് വിശ്വസിക്കും. തങ്ങൾക്കൊരു ശത്രുവ്യൂഹം ഉണ്ടാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തത് ഒറ്റക്കുള്ള ദഅവത്തല്ല, ഒരു ജംഇയ്യത്താക്കിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തിലാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്. ആ സംഘടനാ സംവിധാനത്തിൽ സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും സമ്പന്നരും അടിമകളും കറുത്തവനും വെളുത്തവനും എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലയിലാണ് മുത്തുനബിയുടെ ദഅവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദഅവത്തിൽ പരിശുദ്ധരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 10.5 വർഷത്തിൻ്റെ ശേഷമാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. ഈ 10.5 വർഷക്കാലം എന്തായിരിക്കും സ്വഹാബികൾ ചെയ്തിട്ടുണ്ടാകുന്ന അമല്? സ്വഹാബിയാവുക എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വന്നു ചേരുന്ന ആൾ മുഅ്മിനായ നിലയിൽ തങ്ങളെ ഒരു മൈക്രോ സെക്കൻഡ് കണ്ടാൽ മതി, കുറേ കാലമൊന്നും സഹവസിക്കണമെന്നില്ല സ്വഹാബിയായി. അതേ സമയത്ത് അബൂജഹൽ തങ്ങളെ കുറേ കണ്ടിനെങ്കിലും അബൂജഹലിന് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് സ്വഹാബിയല്ല. അങ്ങനെ കുറേ ആളുകൾ ഉണ്ട്. പല ആളുകളും മക്കയിൽ തന്നെ മരിച്ചുപോയ സ്വഹാബികളല്ലാത്ത മുശ്രിക്കായ ആളുകളുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പോയി മക്കത്തുനിന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾ മുഅ്മിനാണെന്ന് പറയാനൊന്നും പറ്റൂല. അല്ലാത്ത ഘട്ടത്തിലും അങ്ങനെ സംഭവിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ 10.5 കൊല്ലം കഴിഞ്ഞിട്ട് മിഅ്റാജിന് നിസ്കാരം നിർബന്ധമാകുന്ന ആ ഘട്ടം വരെ സ്വഹാബികൾ, സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ള സ്വഹാബികൾ ചെയ്ത അമലുകൾ എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിസ്കാരമുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, പൂർവകാല പ്രവാചകന്മാരുടെ അമലുകളൊക്കെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു സ്വഹാബികൾ ചെയ്തതെന്താണ്? അവർ ഹബീബായ തങ്ങളെ ഇങ്ങനെ നോക്കി നോക്കി വിശ്വസിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കവും അനക്കവും സ്വഭാവവും എല്ലാം കണ്ട് ഇങ്ങനെ ബോധ്യപ്പെട്ട് വിശ്വസിച്ച് ഉറച്ചതിൻ്റെ ശേഷമാണ് നിസ്കാരം വന്നിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം പ്രവർത്തിക്കലോട് കൂടി സമ്പൂർണമായ ഈമാനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. സ്വഹാബാ കിറാം ആ നിലയിൽ വലിയ ദഅവത്തുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ദഅവയുടെ അമീറായി ഖലീഫയായി ഇസ്ലാമിക ലോകത്ത് രംഗത്ത് വന്നു. പിന്നീട് മഹാന്മാരായ ഖുലഫാ ഉർ റാഷിദീങ്ങളും അമീറുമാറും ഇസ്ലാമിക ഭരണങ്ങളെല്ലാം ലോകത്ത് നിലനിന്നു വന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആളം തങ്ങളുടെ കാലഘട്ടത്തിൽ ആ സംഘടനാ പ്രവർത്തനം ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിലാണ് പ്രസിദ്ധമായത്. മഹാനായ ഗൗസുൽ ആളം തങ്ങൾ അനുയായികൾക്ക് പല പ്രത്യേക പരിശീലനങ്ങളും നൽകി. എങ്ങനെയാണ് പാവങ്ങളെ നോക്കേണ്ടത്, എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തനം നടത്തേണ്ടത്, എങ്ങനെയാണ് ദർസ് നടത്തേണ്ടത്, ആരാണ് വലിയ, അവശത അനുഭവിക്കുന്ന ജനങ്ങളോട് എങ്ങനെ സമീപിക്കണം. ഗൗസുൽ ആളം തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ സർക്കുലർ അംഗീകരിക്കുന്ന ഒരു ടീം നേരെ മുരീദന്മാരുമായും അതിൽ പെടാത്ത ഒരു ടീം മുഅ്മിനീങ്ങളുമായും അങ്ങനെ ജീവിച്ചു. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ റിഫാഇ ത്വരീഖത്ത് അങ്ങനെയാണ് രൂപപ്പെട്ടത്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു നായക്ക് രോഗം വന്നപ്പോൾ പരിചരിച്ചു എന്ന് പറഞ്ഞാൽ ആ പരിചരണത്തിൽ നായയുമായി സ്പർശനമുണ്ടാകുമ്പോൾ നജസാണല്ലോ എന്ന് തോന്നി മാറി നിൽക്കാതെ അതിന് ഇസ്ലാമിക ഫിഖ് കണക്കാക്കിയ ശുദ്ധീകരണം പിന്നെ നടത്തി ശുദ്ധിയാവുകയും ചെയ്തു. എന്നിട്ടൊരുപാട് അവശത അനുഭവിക്കുന്ന അപല ജനവിഭാഗങ്ങളെയും രോഗികളെയും സംരക്ഷിച്ചു.
മഹാനായ അബുൽ ഹസൻ ഷാദുനി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തനവും മറ്റൊരു തരത്തിൽ ഇസ്ലാമിക ദഅവത്തിൽ വന്നു. അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി ഒരു അവശത അനുഭവിച്ച സ്ത്രീയെ സഹായിക്കാൻ പോയപ്പോൾ ആ വിവരം അറിഞ്ഞ് സിദ്ദീഖ് തങ്ങൾ പോയി എന്നറിയാതെ ഒരു രോഗിയായ സ്ത്രീയുണ്ട്, അവരെ സംരക്ഷിക്കണം എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹു പലതവണ വന്നപ്പോഴും ഒരാൾ വന്നു പോയിരിക്കുന്നു എന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ സ്വഹാബത്തിൻ്റെ കാലത്തു തന്നെയും ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉടുമ്പിനെയും എടുത്തു വന്ന ഒരു അമുസ്ലിമിന് ഉടുമ്പിൻ്റെ കാരണം കൊണ്ട് ഇസ്ലാമിക ദഅവത്ത് കൊടുത്തു. എന്നിട്ട് ആ അമുസ്ലിമായ വ്യക്തി മുസ്ലിമായി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു. ആരാണ് സാമ്പത്തികമായി ഇദ്ദേഹത്തെ സഹായിക്കുക എന്ന് മുത്തുനബി ചോദിക്കുകയുണ്ടായി. അപ്പോൾ സാമ്പത്തിക സഹായത്തിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും മുത്തുനബിയും സഹാബത്തും തന്നെയാണ് മാതൃക. അതുകൊണ്ടാണ് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് മുത്തുനബി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും ഈമാനിക സുരക്ഷിതത്വവും നമ്മുടെ മാതൃക മഹാന്മാരായ മുത്തുനബിയും സ്വഹാബികളും പൂർവീക സച്ചരിതരായ ഔലിയാക്കന്മാരും തന്നെയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഹിജ്റയുടെ 450 ഗൗസുൽ ആദം തങ്ങളും ഹിജ്റയുടെ 570 റിഫായി ഷെയ്ഖ് തങ്ങളും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിൽ വിദ്യാഭ്യാസം, സാമൂഹികം, സാംസ്കാരികം, സാമ്പത്തികം, അതുപോലെ സന്താന പരിപാലനമടക്കമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ പ്രവർത്തനങ്ങളെല്ലാം വലിയ ഒരു ഭാഗ്യം എന്ന നിലയിൽ കേരളത്തിലേക്ക് വന്നത് ഹബീബിൻ്റെ കാലത്തു തന്നെയാണ്. അഥവാ കേരളത്തിലേക്ക് വന്നത് എന്നല്ല, ഹബീബിൻ്റെ കാലത്ത് കേരളത്തിലാണത് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കേരളത്തിൻ്റെ ഭൂമിക മാപ്പ് പരിശോധിച്ച് നോക്കിയാൽ മംഗലാപുരത്തിൻ്റെ സൈഡും കോയമ്പത്തൂരിൻ്റെ ഭാഗമൊക്കെ അക്കാലഘട്ടത്തിൽ ഹിജ്റയുടെ 5ാം വർഷ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അത് എത്തിച്ചേരുമ്പോഴേക്ക് ഇവിടെയുള്ള പൂർവീക മഹത്തുക്കളായ പൂർവീക മഹാന്മാരെല്ലാം മക്കത്തേക്ക് പോയും മദീനത്തു പോയും ദീനീ ദഅവത്ത് ധാരാളമായി സമ്പാദിക്കുന്നിടത്തേക്ക് അവർ എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്നതിൻ്റെ ഫലമായാണ് ഹിജ്റയുടെ 750 ജനിച്ച മഹത്തുക്കളായ ഖാലി മൂസ തങ്ങൾ അടക്കമുള്ള ആളുകൾ അവരുടെ എല്ലാം അഥവാ ബഹുമാനരായ മാലിക് ബിൻ ദീനാർ സംഘത്തിലെ മാലിക് ബിൻ ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ മക്കളും പേരമക്കളും അവരുടെ കുടുംബവും കേരളത്തിൻ്റെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ കൊൽക്കത്തയുടെ ഭാഗത്ത് വരെയും സ്വഹാബികളുടെ ഖബറുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ഇസ്ലാമിക ദഅവത്തിൻ്റെ ഒരു ചേരുവ ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് 30 വർഷം നടന്നുപോയി ഹജ്ജ് ചെയ്തതും ഈ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന് വലിയ ഒരു മണ്ണിവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ആ കാലഘട്ടത്തിൽ മുത്തുനബിയുടെ ചന്ദ്രനെ പിളർത്തിയ സംഭവത്തിന് മുമ്പ് തന്നെ പലചരക്ക് വ്യാപാരവുമായി അറബികൾ വന്ന നാടും നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലേക്കാണ്. അങ്ങനെയാണല്ലോ ഇവിടുത്തെ രാജാക്കന്മാർ മുത്തുനബിയെ കാണാൻ വേണ്ടി പോകുന്നത്. ആ പാരമ്പര്യം അനുസരിച്ച് കേരളത്തിലേക്ക് വന്നു ചേർന്ന ദീനീ ദഅവത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ കൂടുതലായിട്ട് പറയേണ്ടി വരും. അതേ സമയത്ത് ഖാലി ബുഖാരി സാദാത്യങ്ങളും മഖ്ദൂം സാദാത്യങ്ങളും എല്ലാം ഒത്തുചേർന്നു കൊണ്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ദഅവത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ദഅവത്ത് നടത്തുന്ന ആലിമീങ്ങൾ ദർസ് മാത്രം നടത്തുന്നവരാണോ? അവിടെയാണ് നാം പഠിക്കേണ്ടത്. ഈ ദഅവത്ത് നടത്തിയ വലിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവർ കേവലം കിതാബോധി കൊടുക്കുന്നവർ മാത്രമാണോ? കേരള ചരിത്രത്തിൻ്റെ അഥവാ ഇന്ത്യയുടെ ചരിത്ര ഭാഗങ്ങൾ എടുത്തു പഠിച്ചു നോക്കിയാൽ ഏറ്റവും വലിയ നവോത്ഥാനം, ഉയർന്ന അപ്ഡേഷനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ പൂർവീക മഹത്തുക്കളാണ് എന്നു കാണാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ തമിഴും സംസ്കൃതവും കലർന്ന ഒരു തരം മലയാളമായിരുന്നു കേരളത്തിൻ്റെ സംസാര ഭാഷ. പക്ഷേ ഇതിനൊരു ഏകീകൃത ലിപി ഉണ്ടായിരുന്നില്ല. നെക്കണിക്കിന് ലിപി ഉണ്ടോ? ഇപ്പോൾ എഴുതാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ഭാഷ പണ്ടുണ്ട്, അതിപ്പോൾ പല ഗ്രാമീണ ഭാഷകളിലുമായിട്ട് ഉണ്ടായിരുന്നു. ഈ അവസ്ഥ കേരളത്തിൻ്റെ വൈജ്ഞാനിക കുതിപ്പിനെ സാരമായി ബാധിച്ചു. സാധാരണ മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നിടാൻ ഇതൊരു പ്രശ്നമായി.
ഇത് പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവരാണ് മുസ്ലിം നവോത്ഥാന നായകർ ആദ്യം ചെയ്തത്. ആരാണ് ആ മുസ്ലിം നവോത്ഥാന നായകർ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷേ അത് എഴുതാനുള്ള ലിപി എന്നില്ല. പിന്നെന്താണെന്നറിയാം, അറബി എഴുതാൻ അറിയാനും വായിക്കാനും അറിയാം, പക്ഷേ അറബിയിൽ സംസാരിക്കാൻ അറിയുകയില്ല. അതുകൊണ്ടാണ് അറബി മലയാളം എന്ന ഒരു ഭാഷ രൂപപ്പെട്ടു വരികയും അങ്ങനെ ഇവിടെ സംസാരിക്കാൻ കഴിയുന്ന ഭാഷയ്ക്ക് എഴുതാനും വായിക്കാനും മാത്രം സാധിച്ചിരുന്ന അറബി ലിപി ഉപയോഗിച്ച് അറബി മലയാളം എന്ന ഭാഷ നിർമ്മിച്ചു. ഇതൊരു വിപ്ലവം നമ്മുടെ നാട്ടിൽ നടന്നു. അപ്പോഴെന്തുണ്ടായി? ഗ്രാമീണ മുസ്ലിങ്ങൾക്കൊക്കെ അക്ഷരം പഠിക്കാൻ തുടങ്ങി, വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ധാരാളം ചിലർ വിചാരിക്കുന്നു അറബി മലയാളം എന്നുള്ളത് അത് കേവലം മൗലൂദ് കിതാബ് മാത്രം എഴുതിയതെന്നാണ്, അല്ലെങ്കിൽ പണ്ടത്തെ മദ്രസന്റെ കിതാബ് എന്നുള്ളതാണ്. അറബി മലയാളം എന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എന്തുമാത്രം വലിയ വിപ്ലവം എന്നറിയോ? കേരളീയ മുസ്ലിങ്ങൾ പൂർണ്ണമായും സാക്ഷരത നേടി. സാക്ഷരത എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, വിദ്യാഭ്യാസം അവർ നേടി. അവർ അറിവ് പകർന്നു നൽകാൻ ഈ ഭാഷ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചു അറബി മലയാളത്തിൽ. എന്ത് ഗ്രന്ഥം? റിഫായി മൗലൂദും മൊയ്തി മൗലൂദും അല്ല, അതല്ലാത്ത ധാരാളം ഗ്രന്ഥങ്ങൾ അവർ എഴുതി ചേർത്തു. അതിൽപ്പെട്ടതാണ് ചരിത്രഖ്യാനങ്ങൾ, കഥാസംഹാരങ്ങൾ, നോവലുകൾ വരെ അറബി മലയാളത്തിൽ രംഗത്തു വന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ വലിയ ഒരു ചരിത്രമാണ് എന്ന് നവീനവാദികളുടെ ചരിത്രം എഴുതി ചേർത്ത വട്ടെഴുത്തും കോലെഴുത്തും എന്നൊക്കെ പറയുന്ന വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് കെ മുഹമ്മദ് അബ്ദുൽ കരീം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് സമസ്തന്റെ പുസ്തകത്തിൽ എഴുതിയതല്ല ഞാൻ വായിക്കുന്നത്. നവോത്ഥാന നായകർ എന്ന് അവർ അവരെപ്പറ്റി മാത്രം പറയുന്നത് ഇന്ന് കാണുന്ന ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുന്നതില്ലേ, ഏതാണത്? ഇസ്ലാം വേണ്ടാത്ത ഒരു നവോത്ഥാനം, ആത്മീയത ഇല്ലാത്ത ഒരു നവോത്ഥാനം. അതല്ലാതെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർ എന്ന് പറയുന്ന സാധാരണ മുസ്ലിമീങ്ങളെ ഉത്തേജനം ചെയ്യപ്പെടുന്ന നിലയിലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. 350 കൊല്ലം മുന്നേ 500 പേജ് വീതമുള്ള 12 വാല്യങ്ങൾ മലയാളത്തിൽ, അറബി മലയാളത്തിൽ വന്നു. ആ പുസ്തകത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് കേട്ടാൽ ഞാൻ വിഷയം ചുരുക്കിയിട്ട് അങ്ങനെ പോകാം. 350 കൊല്ലം മുമ്പ് രചിച്ച ഒരു അപൂർവ ഗ്രന്ഥം. എന്താണ് ആ ഗ്രന്ഥം? ശരിക്കും മനസ്സിലാക്കണം, യുവാക്കളായ കുട്ടികൾ, വിദ്യാഭ്യാസമുള്ളവർ മനസ്സിലാക്കണം. കേരള വനങ്ങളിലെ, വനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താണ്? കാട്, പൂന്തോട്ടമല്ല. കേരളത്തിലെ വനങ്ങളിലെ മുഴുവൻ വൃക്ഷത്തെയും സസ്യത്തെയും അറബി, മലയാളം, ലത്തീൻ മുതലായ 4 ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന ഒരു മഹാഗ്രന്ഥമാണ് 500 വീതം പേജുള്ള 12 വാല്യങ്ങൾ. ടോട്ടൽ 500 പേജല്ല, 500 × 12. അതിൽ അറബി ഭാഷയിലും അതുപോലെ മലയാള ഭാഷയിലും ലത്തീൻ ഭാഷയിലും എഴുതി ചേർത്തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളിടയിൽ പുരോഗതി വരാൻ തുടങ്ങി. ആ പുസ്തകത്തിന്റെ അവസ്ഥ നോക്ക്. 300 കൊല്ലം മുമ്പ് ഡച്ചുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വെച്ച് ദീർഘകാലത്തെ കഠിനാധ്വാനങ്ങളിലൂടെ തയ്യാർ ചെയ്തതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചവർ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരാണ്. ആ മഹാഗ്രന്ഥം 1678 മുതൽ 1703 വരെയുള്ള 25 കൊല്ലക്കാലം കൊണ്ടാണ് ഹോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. ഡച്ചുകാർ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു. അറബി ഭാഷയിൽ വലിയ കാടുകളിലെ സസ്യങ്ങളെയും ഇലകളെയും പറ്റി എഴുതി വെച്ചന്, അറബി മലയാളത്തിലും എഴുതി വെച്ചന്. അല്ലാഹു അക്ബർ.
اللهم رب هذه الدعوة التامة لا إله اللهم رب هذه شفاعته. നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ വില്ലേജിൽ ജനിച്ചവരാണ്. എല്ലാവരും ഒരു നാട്ടിൽ ജനിച്ചവരല്ലല്ലോ. ഈ നാട്ടിൻ്റെ പേരെന്താ? ബെള്ളാരി. എല്ലാവരും ബെള്ളാരിയിൽ ജനിച്ചവരല്ല അല്ലേ? കുറേ ആളുകൾ കർത്താരയിലും ജനിക്കും. പക്ഷേ ജനിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജനിച്ച ഒരു വ്യക്തി പലതരത്തിലാണ് സ്വഭാവം ഉണ്ടാവുക. മൈക്കിളത്തുള്ള ഒരാളുടെ സ്വഭാവമല്ല ബെള്ളാരിയിലുള്ള ആൾക്ക് ഉണ്ടാവുക. ബെള്ളാരിയിലുള്ള ഒരാളുടെ സ്വഭാവമല്ല പുത്തൂരിലുണ്ടാവുക. വീട്ടിലത്ത് വേറെയാണ് അല്ലേ? BC റോഡിലെത്തിയാൽ അവിടെ വേറെയാണ് സംസ്കാരം. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതി. അതേ സമയത്ത് ഒരു നാട്ടിൽ ഒരു മദ്രസയും ദർസും സ്കൂളൊക്കെ തുടങ്ങിയാൽ അവരുടെ വേഷം മാറി, പുഞ്ചിരി മാറി, യൂണിഫോം ഇടാൻ തുടങ്ങി. ഇങ്ങനെ ചില മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റത്തിനാണ് നവോത്ഥാനം എന്ന് ചുരുക്കി പറയുന്നത്. മലയാളത്തിലെ ചില കടുകട്ടിയുള്ള ഭാഷകൾ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പം തിരിയണമെന്നില്ലല്ലോ അല്ലേ? ബൈച്ചിനകത്ത് നീനാന്ന് രണ്ടർത്ഥമാണ് ഇടുക. ഞാൻ മംഗലാപുരം ഭാഗത്തൊരു സ്ഥലത്ത് മസ്ലഹത്തിന് പോയി. അപ്പോൾ മസ്ലഹത്തിൻ്റെ ടീമും ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ വരിക. വലിയ ഗലാട്ടയാക്കിയിട്ട് ഇങ്ങനെ ഒരു പേരുന്ന് ചിരിക്കുന്നില്ല. ഇപ്പം വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഞാൻ ചോദിച്ചു പോയി, ഇങ്ങനെ ചോറ് തിന്നിനാന്ന്. അത് നന്ന ഗലാട്ടയായി. അപ്പോൾ ഒരാൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ചെല്ലണ്ടാന്ന്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു ചോറ് ബൈച്ചിനാന്ന്. അപ്പോൾ റെഡിയായി. ഇത് ഞാൻ കേരളത്തിനും ഇപ്പോൾ ഒരാളോട് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് പറയല്. വായിന്ന് വന്നത് പറഞ്ഞുകൂടാ. ഓരോരാൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ലല്ലോ അല്ലേ? മുഖത്തിന് പല അർത്ഥമാണ്. കണ്ണൂരിൽ വേറെ അർത്ഥമാണ്. അതർത്ഥം മലപ്പുറത്തെത്തിയാൽ അത് വേറെ അർത്ഥമാണ്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നവോത്ഥാനം എന്നതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം അങ്ങനെ മതി. അതിൻ്റെ പദാർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായിട്ടില്ല? ഏകദേശം മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ചോദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ വൃക്ഷലതാദികളുടെ വിവരണങ്ങൾ മാത്രമല്ല, ഓരോന്നിൻ്റെയും ശരിയായ ചിത്രം. അന്ന് ഈ മൊബൈലൊന്നുമില്ല, അന്ന് ഈ കാണുന്ന ക്യാമറകളുമില്ല. ആ ചിത്രം അവർ തയ്യാറാക്കി രേഖപ്പെടുത്തി. ചിലത് വരച്ചു, ചിലത് ഇല തന്നെ, ലീഫ് തന്നെ പറിച്ചെടുത്ത് ഒട്ടിച്ചു. അങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്ത് അതെല്ലാം മലയാള ലിപിയിൽ ഒന്നാമതായി അച്ചടിച്ച ഗ്രന്ഥവും അതുതന്നെയാണ് ഈ ഹോളണ്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത ഗ്രന്ഥം. അറബിയും മലയാളവും മറ്റുമെല്ലാം ഇവിടെ നിന്ന് എഴുതി അവിടെ കൊണ്ടുപോയി ഡച്ചുകാർ. എന്നിട്ട് ബ്ലോക്കാക്കി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്താണ്? ട്രാഫിക് ബ്ലോക്ക് അല്ല, ഇപ്പം അതാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഓഫ്സെറ്റ് പ്രസ് വരുന്നതിന് മുമ്പ് അക്ഷരങ്ങളെ ബ്ലോക്കാക്കി വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുക അല്ലേ? പണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് സിറാജ് പത്രം ഒരു ഫോട്ടോ ഇട്ടു. എന്താ ഫോട്ടോ? ആടിനെ വിതരണം ചെയ്യുന്ന ഫോട്ടോ. ഒരു ഉസ്താദ് ആ നാട്ടിനെ കൊടുക്കുന്നത്. അത് ബ്ലോക്കാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴേക്ക് ആട്ടിൻ്റെ തല ഉസ്താദിൻ്റെ മേലെ, ഉസ്താദിൻ്റെ തല ആട്ടിൻ്റെ തലൻ്റെ മേലെ മാറിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ട് പണ്ട്. അതാണ് ബ്ലോക്ക്. ഇന്നിപ്പം വലിയ ലേറ്റസ്റ്റ് അല്ലേ. ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നത് ദുനിയാവിൻ്റെ ഏത് ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഹാസിബു കബല അന്തു ഹാസിബു എന്ന് പറഞ്ഞ പോലെ എൻ്റെ അക്ഷരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ട്രോൾ ചെയ്യപ്പെടും. ഉറപ്പാണ്. അങ്ങനത്തെ പേടിയുണ്ട് ഇപ്പോൾ. എന്തായാലും ഇൻഷാ അല്ലാഹു തആല ഞാൻ പറയട്ടെ, അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ ചെയ്തു ബ്ലോക്കുകളാക്കി ആ സംഗതിയെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് അതിനെയാണ് അവർ അച്ചടിച്ച് പുറത്തു കൊണ്ടുവന്നത്. ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഈ പുസ്തകത്തിൻ്റെ പേര് ഡച്ചുകാരിട്ട പുസ്തകം ഓർത്തൂസ് മലാബിരിക്കൂസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഉള്ള പോലെ വായിച്ചതാണ്. ഇത് ഏതിലാണ് ഉള്ളത്? സിറാജിലല്ല,
വിശ്വവിജ്ഞാന കോശം വാല്യം 10 പേജ് 578 ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സമസ്ത ഇറക്കിയ ബുക്കല്ല, നമ്മളിറക്കിയ SYSന്റെ ഉസ്താദ് ഇറക്കിയ ബുക്കല്ല ഇത്. ഉസ്താദിന്റെ ബുക്ക് വേറുണ്ട്, വിശ്വാസപൂർവ്വം വായിച്ചിട്ടില്ലേ? ഇനി ഈ വിഷയത്തെക്കുറിച്ച് പറയാണ്. കേരള വനങ്ങളിലെ 10,000-കണക്കിനുള്ള വൃക്ഷലതാദികളുടെ അറബി പേരും ഗുണങ്ങളും മനസ്സിലാക്കുക എത്ര ശ്രമകരമാണ്. ഉറപ്പല്ലേ? നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ ഉസ്താദെ നമ്മൾ ചില അക്ഷരങ്ങൾ ഇത് ഏത് കിതാബാണ് നമ്മൾ എത്ര ഡിക്ഷണറി പരതേണ്ടി വരുന്നത്. ഇതൊക്കെ ഇവർ കാടുകളിൽ സഞ്ചരിച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്. ആ നിലയിലുള്ള ത്യാഗങ്ങൾ അവർ ചെയ്തു. അപ്പോൾ ഒരു സംഘം പണ്ഡിതന്മാർ തങ്ങളുടെ മുഴുവൻ കഴിവുകളും അതിലേക്ക് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാകണം. ഇങ്ങനെ മറ്റെന്തെല്ലാം ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു, ഏതെല്ലാം നശിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് നടക്കാത്തത് നശിച്ചു പോയിട്ടുണ്ടാകും. ഇതേതിലാ ഉള്ളത്? ഈ വാക്കുകൾ ഉള്ളത് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം പേജ് 66 എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൂർവീകരായ മഹത്തുക്കൾ നമ്മുടെ ഇൽമും നമ്മുടെ വിജ്ഞാനവും നമ്മുടെ സംസ്കാരവും കൾച്ചറിലും നമ്മുടെ സോഷ്യൽ ബന്ധങ്ങളും നമ്മുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകളെയും പ്രോഗ്രസ് ചെയ്യാനുള്ള തുടക്കം എന്ന നിലയിൽ ഇത്രയധികം ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വായനശാലകളിൽ നടക്കുന്ന ഒരു പാട്ടുണ്ട്, മസാലപ്പാട്ട് എന്നാ പറയുക. മസാലപ്പാട്ട് എന്ന് പറഞ്ഞാൽ ബിരിയാണിൻ്റെ മസാലയല്ല, മസാലയുടെ പാട്ടാണ്. അപ്പോൾ ഫിഖ്ഹിനെ കുറിച്ച് തഴവ ഉസ്താദിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലേ? തഴവൻ്റെ ബെയ്ത്ത് അതൊക്കെ വന്നത് ഇതിൻ്റെ ഒരു കൊല്ലങ്ങൾക്ക് ശേഷം അത് വന്നിനെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളും മറ്റും അന്ന് നാടുകളിൽ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങൾക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഓരോ ചീട്ടുകൾ ഇങ്ങനെ ഓരോ പുരയിൽ കാണും, അതിങ്ങനെ പാടിയാൽ അതിൽ ഫിഖ്ഹിൻ്റെ എല്ലാ ഇതുണ്ട്. പണ്ട് ഈ കർണാടക ഭാഗത്ത് മുമ്പൊരു പാട്ടുണ്ടായിന്, കല്യാണത്തിൻ്റെ ഒരു പാട്ട്, നിങ്ങൾക്കറിയാത്? ഞാൻ കേട്ടിന്, എനിക്കത് ഓർമ്മയില്ല. അതായത് പുതിയാപ്പിള വയലിൻ്റെ അപ്പുറത്താണ് ഇങ്ങോട്ട് വരിക. അപ്പം ഇപ്പുറത്തുനിന്ന് പെണ്ണിൻ്റെ ടീം അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. അപ്പം കുറേ വയസ്സായ ആളുകൾ ഒരു പാട്ട് പാടലുണ്ട്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏകദേശം ഫസ്റ്റ് നൈറ്റ് മുതൽ കുഞ്ഞുണ്ടാകുന്നവരെയുള്ള എല്ലാ ഹുക്കുമയിലുണ്ടാവും. തൊട്ടാൽ എന്താവും, തൊട്ടാൽ എങ്ങനെയാണ് വെള്ളപ്പാണ്ട് വരുന്നത് എന്ന് വരെ ആ പാട്ടിലുണ്ട്. ഈ പാരമ്പര്യം അവിടുന്ന് വന്നതാണ്. ആ മഹാന്മാർ എഴുതി വെച്ച മഹത്വമാണത്. ആ നിലയിലുള്ള 1000 മസാലപ്പാട്ട് ഏകദേശം 155 കൊല്ലം മുമ്പ് ഇവിടെ എഴുതി വെച്ചു. ഇതെല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ടുള്ള വളരെ സാഹചര്യം അനുകൂലമായ നിലയിലുള്ള ഒരു മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബിയുടെ മുസ്ലിമീങ്ങളാണ്. തീവ്രവാദമില്ല. അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ മക്കയുടെ റിപ്പബ്ലിക് നടന്നു. ആദരവായ റസൂലുള്ളാഹി മക്ക ഫതഹിന്റെ പ്രഖ്യാപനം നടത്തുന്നു. മക്കത്ത് അടിച്ചോടിച്ച കൂട്ടരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, കുടൽമാലെടുത്ത് കഴുത്തിലിട്ടവരുണ്ട്. അതിനേക്കാൾ ബദർ യുദ്ധത്തിന്റെ കാരണക്കാരൻ തന്നെ അബൂ സുഫിയാനാണല്ലോ. ഈ നിലയിലുള്ള ആളുകളൊക്കെ മക്കയുടെ പട്ടണങ്ങളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മക്കയുടെ റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും നമ്മളെപ്പോലെയുള്ള എന്നല്ല, ആ നമ്മളെപ്പോലെ ഞാൻ പറഞ്ഞു പോയതാണ്, മഹാന്മാരായ സ്വഹാബികൾ ചിലർ ചിന്തിച്ചു പോയി, ഇപ്പം റസൂലുള്ളാഹി അബൂ സുഫിയാനെ കൊല്ലാൻ പറയും, ഇപ്പം റസൂലുള്ളാഹി മറ്റേയാളെ കൊല്ലാൻ പറയും, ബഹിഷ്കരിക്കാൻ പറയും എന്ന് പറഞ്ഞ് ആ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അബൂ സുഫിയാനെ കണ്ട ഉടനെ സ്വഹാബികൾ പറഞ്ഞു, യാ അബാ സുഫിയാൻ അൽ യൗമ യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം മാംസത്തിന് മാംസം പകരം പറയുന്ന ദിവസമാണ്. ഒരാവേശം ഇല്ലേ? എ.പി. ഹുസൈനോട് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു, വിടൂല. എ.പി. ഹുസൈനെ കൊണ്ടുവരാൻ ഒരു ടീം, എ.പി. ഹുസൈനെ നമുക്ക് കൊണ്ടുവരാൻ സർക്കാരിന്റെ പോലീസ് വന്നാൽ നമ്മളെ മുദ്രാവാക്യത്തിന്റെ ശക്തി എന്തായിരിക്കും? ഒന്നും കൂടി ഉഷാറാവില്ലേ? വാദത്തിൽ വീണ ആൾ വരെ എണീച്ചിക്കും. ഉറപ്പല്ലേ? എൻ്റെ അനുഭവം അതാണ്. എനിക്ക് അസുഖം ബാധിച്ചാൽ എൻ്റെ ഭാര്യ പറയും, എ.പി. ഉസ്താദ് വിളിച്ച് നിങ്ങളെ പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട്, പിന്നെ എനിക്കൊരു അസുഖം ഉണ്ടാവില്ല. അതെ, ഹക്ക് പറയാണ്. അത് ഉസ്താദിന്റെ കറാമത്തല്ല പറയുന്നത്. നമ്മുടെ രക്തത്തിലേക്ക് ഈമാനിനെ അത്രമാത്രം കൂട്ടിയിണക്കി പാവങ്ങളുടെ കണ്ണുനീര് കാണാൻ നമ്മെ പഠിപ്പിച്ചൊരു ശൈഖുനെയാണ്. സ്വാഭാവികല്ലേ? എന്നതുപോലെ സ്വഹാബികൾക്ക് ഒരു ആവേശം വരുമല്ലോ. ആ ആവേശം പറഞ്ഞപ്പോൾ മുത്തുനബി പറയുന്നുവല്ല, അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് മാംസത്തിന് മാംസം കണക്ക് പറയുന്ന ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹിയുടേതല്ലേ ഈ പരിശുദ്ധ ഇസ്ലാം? ഇതല്ലേ മുത്തുനബിയുടെ സംഘടന? പരിശുദ്ധ ഖുർആൻ മുഴുവനും എടുത്തു നോക്കിയാലും നിങ്ങൾ ഒറ്റക്ക് പണിയെടുക്കണമെന്നില്ല, ഉമ്മത്താകണമെന്നല്ലേ ഖുർആനിലുള്ളത്? അല്ലേ?
അങ്ങനെയല്ലേ ഉള്ളത്? എന്താ സഖാഫി ഉസ്താദ്, അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെ തന്നെയാ ഉള്ളത്. ഇയ്യാക വൽ ജമാഅ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു സ്വഹാബി വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? ഇയ്യാക വൽ ജമാഅ, നീ ജമാഅത്തിനെയും നിന്നെയും കരുത്തായി പിടിച്ചിരിക്കണം. ഫിർഖത്തുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ പിടിച്ച ഈ ഹബിലുണ്ടല്ലോ, വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ, അതെന്താണ്? ആ പാഠം, ആ ഈമാൻ, ആ തത്വം, ആ സംഘടന, അതിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം സാധാരണ മുസ്ലിമീങ്ങളുടെ ഖൽബിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുകയാണ്. ആ നിലയിലുള്ള വലിയ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചില ആളുകൾക്ക് ചില പുതിയ ആശയങ്ങൾ വരാൻ തുടങ്ങിയത്. 1873 ജനിച്ച് 1932 മരണപ്പെട്ട വലിയ ഭാഷാ പണ്ഡിതനും പത്രപ്രവർത്തകനുമായ വക്കം അബ്ദുൽ ഖാദിർ മൗലവി, ഈജിപ്തിൽ വഹാബിസത്തിന്റെ നേതാക്കളായ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു റഷീദ് റിള ഇവരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന അൽമനാർ അറബി മാസിക വരുത്തി അതിലൂടെ വായന തുടങ്ങി. അപ്പോൾ നവീന ആശയങ്ങൾ വരാൻ തുടങ്ങി. തഫ്സീർ അൽമനാർ എന്ന് പറഞ്ഞിട്ട് റഷീദ് റിളയുടെ ഒരു തഫ്സീറുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടി പുഴയിൽ അടിച്ച് പുഴ 2 ഭാഗമായി നടന്നുപോയി. ബാക്കിൽ ഫിർഔൻ മുങ്ങി മരിച്ചുപോയി. ഇത് ചരിത്രമല്ലേ? ഫിർഔനിന്റെ ബോഡിനെ മിസ്റിൽ അല്ല വെച്ചത് വെറുതെ അല്ല, അല്ലെങ്കിൽ ഓനും നടന്നുപോയി എന്ന് ഇവർ പറഞ്ഞേക്കൂ. ആ രൂപത്തിൽ ആകാനുള്ള കാരണം അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഖുർആൻ അങ്ങനെ പറയാതെ വടിയടിച്ചിട്ട് പുഴ പിളർന്നുകൊണ്ടാണ് മൂസാ നബി രക്ഷപ്പെട്ടത് എന്ന് പറയാതെ വേലി ഇറക്കം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ. ഇടെന്താ പറയാ? അങ്ങനെ തന്നെയല്ലേ പുഴയിൽ നിന്ന് വെള്ളം താകുന്നതിന്. വേലിയിറക്കത്തിൽ നടന്നു പോയതാന്ന് പറഞ്ഞെങ്കിൽ കുറെ കൂടി ബുദ്ധിമാന്മാർ ഇസ്ലാമിലേക്ക് വരട്ടേനു. ഈ ഒരു ആശയം പഠിച്ച ഇപ്പോഴും ഈജിപ്തിലെ ടൂറിസ്റ്റിന് പോകുന്നവർക്കറിയാം, സിയാറത്തിന് പോകുമ്പോൾ ഓരോ ബസ്സിലും പോലീസ് ഉണ്ടാവും. അവിടുത്തെ ഓരോ ബസ്സിലും ക്യാമറ ഉണ്ടാവും. ഏത് ക്യാമറ? നമ്മുടെ ശബ്ദം പിടിക്കുന്ന ക്യാമറ. നമ്മുടെ കൂടെയുള്ള ഗൈഡായിട്ട് വരുന്ന ആളുകൾ എന്താ പറയുന്നത് റെക്കോർഡ് ചെയ്യും ഭരണകർത്താക്കൾ. എന്താ കാരണം? വിഭജനമുണ്ടാക്കിയെന്ന് ആ നാട്ടിലുള്ള നവീന വഹാബി ആശയങ്ങളാണ്. ഇപ്പൊ നാട്ടുകാരെ തന്നെ വിശ്വാസമില്ല. നമ്മളിപ്പോ എന്തു പറഞ്ഞാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ യാത്രയിൽ ക്യാമറ വെച്ചിട്ടില്ല. കർണാടക മുഖ്യമന്ത്രി, നമ്മളൊരു വിശ്വാസമാണ്. കാരണം എന്താണ്? ഈ കാണുന്ന മുസ്ലിമീങ്ങൾ ഭിന്നത ഉണ്ടാക്കുകയില്ല. അവരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ആ നേതാവ് എല്ലാ മതസ്ഥരെയും സ്നേഹിച്ചവരാണ്. ആ നേതാവ് മൃഗങ്ങളെ സ്നേഹിച്ചവരാണ്. ആ നേതാവ് രോഗികളെ സംരക്ഷിച്ചവരാണ്. ആ നേതാവ് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തതാണ് എന്ന ആ വിശ്വാസമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന പരിശുദ്ധ ഹദീസിലൂടെ മുസ്ലിമീങ്ങൾ മുത്തുനബിയുമായുള്ള മഹബ്ബത്താണ് കാരണം എന്നുള്ളിടത്ത് അത്രയും ഈമാൻ പവറോടെ നിൽക്കുമ്പോഴാണ് ഈ 3 ടീമിന്റെ ജലാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും പുസ്തകങ്ങൾ അന്നത്തെ പത്രപ്രവർത്തകനായ വക്കം മൗലവി കൊണ്ടുവന്ന് വായിച്ചു. എന്നിട്ട് അയാൾ വളരെ പ്രധാനമായി നടത്തിയ പ്രഭാഷണങ്ങളും രചനകളും എഴുത്തുകളും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ നിഷേധിക്കലായിരുന്നു പണി. അങ്ങനെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് കളവുണ്ടാക്കിയ ആളാണെന്ന് പറയാൻ തുടങ്ങിയത്. 2, ഖുർആൻ ഹദീസിനേക്കാൾ ബുദ്ധിക്കും യുക്തിക്കും സ്ഥാനം കൊടുക്കണം എന്ന് പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്തു. ഖുർആനിനല്ല, ഹദീസിനല്ല, ബുദ്ധിക്കാണ് വേണ്ടത് എന്നുള്ളിടത്തേക്ക് വാദം വന്നു. സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞു. മദ്ഹബുകളെ വേണ്ട, സ്വന്തമായി മദ്ഹബ് ഉണ്ടാക്കാം എന്ന് പറയാൻ തുടങ്ങി. ശാസ്ത്രത്തിന് പ്രാമുഖ്യം നൽകി ഖുർആനിനെ 2ാം സ്ഥാനത്താക്കി. ഈ നിലയിലുള്ള വാദഗതികൾ ഇയാള് കേരളത്തിൽ സമാന ചിന്താഗതിക്കാരോട് പറഞ്ഞു. അപ്പൊ സമാന ചിന്താഗതിക്കാർ ഇയാളെക്കാൾ മുമ്പേ ഉണ്ടായ ആളല്ല. നമ്മളിപ്പം മംഗലാപുരത്തുനിന്ന് ബസ്സിന് ഇങ്ങോട്ട് വരുന്നു. ബസ്സിന് വരുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ആളോട് ഒരു പുതിയ കാര്യം പറയും.
ഈടെത്തുമ്പോഴേക്ക് അയാൾ നമ്മളുടെ വാക് സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ ഫ്രണ്ടായിട്ടുണ്ടാവും. അപ്പം 2 ആളായി. ഇയാൾ പിന്നെ പുരക്ക് പോയിട്ട് ഇയാളെ മക്കളോട് പറഞ്ഞപ്പം ആൾ 3 ആയി. ഇങ്ങനെ പ്രചരണങ്ങൾ മെല്ലെ മെല്ലെ തുടങ്ങി. മുഅ്മിനീങ്ങൾ നടത്തി വരുന്ന ദുആ, നിസ്കാരത്തിന്റെ ശേഷം ആമീൻ പറയുന്ന ആ കൂട്ടുപ്രാർത്ഥന, അത് മുത്തുനബി നടത്തിയതാണെന്ന് പ്രസിദ്ധമാണ്. പക്ഷേ അതിന് വേണ്ടാന്ന് പറയാൻ തുടങ്ങി. മസ്ജിദുകളിൽ നടത്തുന്ന സ്വലാത്തിനെ പരിഹസിക്കാൻ തുടങ്ങി. എന്തെങ്കിലും വിഷയം വന്നാൽ അള്ളാഹുവിലേക്ക് അഭയം തേടുന്ന സാധാരണ മുസ്ലിമീങ്ങളുടെ സ്വലാത്ത്, ദിക്ർ, ഖുർആൻ പാരായണം, ഹദ്ദാദ് പോലുള്ള ദിക്റുകളെ പരിഹസിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളിൽ താടി വടിക്കുന്നവർ വളരാൻ തുടങ്ങി. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ ഫാഷൻ ഡ്രസ്സുകൾ ധരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിനെ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ടായ സമയത്ത്, അന്ന് സംഘടിതമായി ആളുകൾ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ സമരം കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്നത്. ധാരാളം മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു. ആ ഒരു ഘട്ടം വന്ന നേരത്താണ് കേസിൽ പിടിപെടാതെ രക്ഷപ്പെടാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പിളമാരുടെ സമരം രൂക്ഷമായ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ പുളിക്കൽ PP ഉണ്ണി മൊയ്തീൻകുട്ടി മൗലവിയുടെ വസതിയിൽ ഒളിവിൽ കഴിയുന്ന KM മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടി. KM മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് പോയി. കൊടുങ്ങല്ലൂരിൽ പോയപ്പോ അവിടെ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടാൻ തുടങ്ങി. 1922 ജനുവരി 14 KM മൗലവി കൊടുങ്ങല്ലൂരിലെത്തി. അവിടെ വെച്ച് അദ്ദേഹം വക്കം മൗലവിയുടെ കൂട്ടിൽ കൂടി. കാരണം ഇയാൾക്ക് കേസിന് പോവാൻ പേടിയാണ്. ഇപ്പുറത്തെ മുസ്ലിമീങ്ങളൊക്കെ മരിക്കാൻ തയ്യാറായിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ തൃപ്തിപ്പെടുത്തണമെന്ന ആശയവുമായി വന്ന ഈ ടീം, ബ്രിട്ടീഷുകാരുടെ ഇഷ്ടമെന്താണ്? നജ്ദിയൻ തത്വമാണ്. കാരണം ആ തത്വമുണ്ടായാൽ മാത്രമേ മുസ്ലിമീങ്ങൾ സമരത്തിൽ നിന്ന് മാറുകയുള്ളൂ. നേരെ ഇപ്പുറത്ത് മമ്പുറത്തെ തങ്ങളും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ഉമർ ഖാലി തങ്ങളും ബുഖാരി സാദാത്തിങ്ങളും മുഅ്മിനീങ്ങളോട് ജുമഅക്ക് ശേഷം വഅദ് പറഞ്ഞിട്ട് സമരത്തിനിറങ്ങാൻ പറയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയിട്ട് അത് അറബിയിലും പിന്നെ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും വന്ന ആ ഗ്രന്ഥം വായിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണം എന്ന് മുസ്ലിമീങ്ങളായ ആണു പെണ്ണുങ്ങൾ രംഗത്തിറങ്ങുകയാണ്. സ്വത്ത് നഷ്ടപ്പെടുന്നത് വിഷയമല്ല, ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലുന്നത് കണ്ടിട്ടും വിഷയമല്ല. കാരണം എന്തേ? ഈ രാജ്യം നമ്മുടേതാണ്, ഈ ഭാരതം നമ്മുടേതാണ്. ആ നിലയിലുള്ള പവറോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ ഇടയിലാണ് KM മൗലവിയും വക്കം മൗലവിയും കൂടി ചേർന്നുകൊണ്ട് ഒരു നിഷ്പക്ഷ സംഘം, നിഷ്പക്ഷ നിലപാട് പോലെ ഒരു നിഷ്പക്ഷ സംഘം രൂപീകരിക്കപ്പെടുന്നത്. അത് രൂപീകരിക്കപ്പെട്ടതിന്റെ പിന്നാലെയാണ് അത് ഐക്യസംഘം എന്ന പേരിൽ വക്കം മൗലവി 1-ാം വാർഷികം കൊണ്ടാടുന്നത്. പിന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ വർദ്ധിതമായ നിലയിൽ ആലോചനയും പ്രവർത്തനങ്ങളും സംഘടിതമായ പുതിയ പുതിയ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അറിഞ്ഞപ്പോൾ ആണ് 924 കാലഘട്ടങ്ങളിൽ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കണം എന്ന നിലയിലുള്ള ആശയം മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ആലോചന നടന്നത് ഞമ്മക്ക് കിതാബ് ഓതിയപ്പം കിട്ടിയൊരു സനദില്ലേ, ആ സനദിൽ മുത്തുനബി വരെ എത്തുന്ന ഒരു നെറ്റില്ലേ, ആ നെറ്റിനെ പോലെ മുത്തുനബിയുടെ കാലത്തുള്ള ഈമാനിനെ അതേ തോതിൽ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തി. ഇനി രാജ്യത്തിനെ ഭിന്നിപ്പിക്കാനും മതത്തിനെ ഭിന്നിപ്പിക്കാനും ആത്മീയത ഭിന്നിപ്പിക്കാനും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്ന ആലോചന അറിഞ്ഞപ്പോൾ നമ്മുടെ മഹത്തുക്കളായ നേതൃത്വം ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന വേണം എന്ന് ആലോചിച്ചു. പ്രസിദ്ധ സൂഫിയും പണ്ഡിതനും കേരളത്തിലെ സാദാത്യങ്ങളിലെ പ്രമുഖനുമായിരുന്ന കോഴിക്കോട് പുതിയങ്ങാടിയിലെ മർഹൂം സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അക്കാലത്ത് ബിദ്അത്തിനെതിരെ ധീരമായി പോരാടിയ ആളുകൾ. ചില ആളുകൾ പറയാറുണ്ട് അക്കാലത്ത് ആലിമീങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയൂല. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇംഗ്ലീഷ് വർത്തമാനം പറയും, ഉമർ ഖാലി തങ്ങൾ ഇംഗ്ലീഷ് വർത്തമാനം പറയും, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇംഗ്ലീഷ് വർത്തമാനം പറയും. എത്രയോ ദിഷണാശാലികളായ പണ്ഡിത മഹത്തുക്കൾ ഭാഷ അറിയുന്നവരാണ്. പക്ഷെ അന്ന് നമ്മൾ ഭാഷയെ ബഹിഷ്കരിച്ചു, ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് പറഞ്ഞു. ഭാഷ മാത്രമല്ല
അന്ന് ബഹിഷ്കരിച്ചതിൽ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന സിൽക്കിന്റെ വസ്ത്രമുണ്ട്, ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന മിഠായിയുണ്ട്, ബ്രിട്ടീഷുകാരന്റെ ഫൗണ്ടൈൻ പേന വരെ ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ബഹിഷ്കരണം ഒരു സമരമാണ്, തർക്കുൽ മുവാലാത്ത് ഒരു സമരമാണ്. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? മുസ്ലിമീങ്ങളുടെ ആമാശയത്തെ മാത്രമല്ല ആശയത്തെയും അവർ കൊണ്ടുപോകും. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു തന്ത്രമാണ്, ഇംഗ്ലീഷുകാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് അവരുടെ സ്കൂളുകളിൽ മദ്രസ പഠിപ്പിക്കാൻ സൗകര്യം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അങ്ങോട്ട് പോകില്ലേ? അങ്ങനെ കുറച്ച് ആളുകളെങ്കിലും പോയിനെങ്കിലും പൊരയിൽ വന്നപ്പോൾ മൗലൂദും റാത്തീബും തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദുആ തന്നെ. സ്വാഭാവികമായി ബ്രിട്ടീഷുകാർ ഇതിൽ വല്ലാതെ അങ്കലാപ്പുണ്ടായി നിൽക്കുമ്പോഴാണ് ഒരു സംഘടിത രൂപം എന്ന നിലയിൽ തങ്ങളുടെ ഖാദിരിയ തരീഖത്ത് രൂപീകരിച്ചതുപോലെ, റിഫാഇ ശൈഖ് തങ്ങളുടെ റിഫാഇയ റാത്തീബ് തരീഖത്ത് രൂപീകരിച്ചതുപോലെ, പൂർവിക മഹത്തുക്കളുടെ തരീഖത്ത് വന്നതുപോലെ 924 കാലഘട്ടത്തിൽ സമസ്ത എന്ന ഈ പരിശുദ്ധ തരീഖത്ത് രൂപീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. അത് മലയാള നാട്ടിലായതുകൊണ്ട് സമസ്ത എന്ന പേര് തുടക്കത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. ഗൗസുൽ ആലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖാദിരിയ തരീഖത്ത് എന്ന പേരാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പൊ എല്ലാം ഒരു ചങ്ങലയാണ്. പുതുതായിട്ട് ആരംഭിച്ച ഒരു സംഭവമാണ് സമസ്ത എന്ന് തോന്നിപ്പോവാനേ പാടില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തആല ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് മുസാഫ് ഉണ്ടായിനോ? സിദ്ദീഖ് തങ്ങളുടെ കാലത്തല്ലേ അത് ആദ്യം 2 ദഫത്തൈനിൽ മുസാഫ് എഴുതി വെച്ചത്, പിന്നെ അതവിടെ വെച്ചു. രാഷ്ട്ര നിർമ്മാണ സംരക്ഷണ പിന്നെ നടന്നേ. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്തും ആ ഖുർആൻ അങ്ങനെ തന്നെ ഒറ്റപ്രതി. ഉമർ തങ്ങൾ വഫാത്താകുമ്പോൾ ഹഫ്സ ബീവിന്റെ കയ്യിൽ കൊടുത്തു. ഹഫ്സ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, ഉമർ തങ്ങളുടെ മോളുമാണ്. പിന്നെയല്ലേ ഉസ്മാൻ തങ്ങൾ അത് ക്രോഡീകരിച്ചത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ കാലത്തിനനുസരിച്ച് ഇസ്ലാം അപ്ഡേഷനാണ്. ഇത് പണ്ടിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണോ ഇപ്പോഴത്തെ പള്ളിയിൽ നിൽക്കിയിരിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ മസ്ജിദ് ഓലയിലല്ലേ? ഇന്നത് മതി എന്ന് പറയാൻ പറഞ്ഞിനോ? ദീൻ അപ്ഡേഷനാണ്. കാലത്തിനനുസരിച്ച് ദീൻ ഉഷാറായി വരികയാണ്. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ IQ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാമഗ്രികൾ ശാസ്ത്രത്തിന്റെ കയ്യിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ അങ്ങനെയാണ്, അത്ര പവറാണ് ഇപ്പോഴത്തെ ബുദ്ധി. അപ്പൊ സ്വാഭാവികമായും മുസ്ലിമീങ്ങളായ കുട്ടികൾക്കും പവർ ഉണ്ടാവണ്ടേ? മുത്തുനബിയുടെ കാലം വരെയുള്ള എല്ലാ അമ്പിയാക്കളും അവരുടെ കാലഘട്ടങ്ങളിൽ പ്രചാരം നേടിയ ചില സംഭവങ്ങൾക്ക് മേലെയുള്ള സംഭവമായിട്ടല്ലേ വന്നത്? മൂസാ നബിയുടെ മുഅ്ജിസത്ത്, ഈസാ നബിയുടെ മുഅ്ജിസത്ത്, ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്ക് അല്ലേ? എല്ലാ കാലത്തും മികച്ചു നിൽക്കേണ്ടത് ഈ ഇസ്ലാമല്ലേ? ഇത് ഉയർന്ന നിലയിൽ നിൽക്കണ്ടേ? ഹബീബായ തങ്ങളെ കാലമാകുമ്പോഴേക്ക് ഒരു സാധാരണ മനുഷ്യൻ സൂപ്പറാകുന്നത് കച്ചവടത്തിന് പോകുമ്പോഴാണ്. ഷാമിലേക്ക് കച്ചവടത്തിന് പോകാൻ തുടങ്ങി അറബികള്. അക്കാലത്താണ് റസൂലുള്ളാഹി ദീൻ വരുന്നത്, മുത്തുനബി ദഅവത്ത് നടത്തുന്നത്. സ്വാഭാവികമായും എല്ലാ ഗവേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം അവതരിച്ച ആയത്ത് തന്നെ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും മെസ്സേജ് അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. എന്താ പറഞ്ഞത്? തങ്ങൾ യഥാർത്ഥത്തിൽ ആയത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തായിരിക്കും? ചിലപ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. എന്താണത്? നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച് അള്ളാന്റെ പേര് കൊണ്ട് വായിക്കുന്നു പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? സ്വർഗത്തെ സൃഷ്ടിച്ച് അള്ളാന്റെ പേര് കൊണ്ട് വായിക്കുന്നു പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അവിടെ അതൊന്നും പറയാതെ ബയോളജിയും IT-യുമാണ് പറഞ്ഞത് അല്ലെ? അലക്കിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ബയോളജിയാണ്. അല്ലമബിൽ ഖലം എന്ന് പറഞ്ഞാൽ അത് ആർട്സ് വിഭാഗമാണ്, ബിസിനസ് മേഖലയാണ്. ഇത് രണ്ടിനെയും ബൈസ് ചെയ്തുകൊണ്ട് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാന്ത്യം വരെ വരുന്ന മുഴുവൻ ആളുകളും സയൻസിനെ ബൈസ് ചെയ്ത് പറയുന്നത് നോളജാണ്. അതല്ലേ ഹബീബ് പറഞ്ഞത്? അതല്ലേ സ്വഹാബികൾ പഠിപ്പിച്ചു തന്നത്? അതല്ലേ പൂർവികന്മാർ പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ നോക്കൂ, സയാമീസ് ഇരട്ടകൾ ഈ അടുത്ത കാലത്തല്ലേ വന്നത്? സയാമീസ് ഇരട്ടകളുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇമാം ഷാഫി തങ്ങൾ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചില്ലേ? ടെസ്റ്റ് ട്യൂബ് കുട്ടി, ഒരാളുടെ മനിയെടുത്ത് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ഇസ്ലാമിക മാനദണ്ഡം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ? ആണ് പെണ്ണാകുന്ന പെണ്ണാണാകുന്ന കാലത്ത് അന്താളിച്ച് നിൽക്കണ്ട. അങ്ങനെ വരുന്ന ആണിനെയും പെണ്ണിന്റെയും ഇസ്ലാമിക ഹുക്കുമ് പരിശുദ്ധ ദീൻ പറഞ്ഞില്ലേ? നമ്മൾ ചിലപ്പോൾ അതിനു വേണ്ടി ഒരു ഹോസ്റ്റലിനെ തുടങ്ങേണ്ടി വരും. അക്കുട്ടികൾ പെണ്ണല്ലേ?
ആണ് പെണ്ണായ ആ പെണ്ണിന് എപ്പോഴും നിൽക്കണം, ഓൾക്ക് മെൻസസ് ഉണ്ടാവില്ല, ഗർഭപാത്രം ഇല്ലാലോ. പക്ഷെ ഇതിന്റെ ഹുക്കുമുകൾ മുഴുവനും പറഞ്ഞ നമ്മുടെ ദീനല്ലേ. 4 മദ്ഹബുകളും നമ്മുടെ ഗുണത്തിന് വേണ്ടി അള്ളാഹു സംവിധാനപ്പെടുത്തിയതല്ലേ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വരുന്ന തലമുറക്ക് ആവശ്യമായ വിജ്ഞാനങ്ങളല്ലേ ഇവിടെ ഉണ്ടാകേണ്ടത്. ലണ്ടനിലെ മാർക്കറ്റിൽ ഒരു മട്ടൻ വിതരണം ചെയ്യുന്നുണ്ട്. ആ മട്ടൻ തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് മർക്കസിലെ ഉസ്താദുമാർക്ക് ഇഫ്താഇന് ചോദ്യം വന്നു. എന്താ അതിന്റെ കാരണം? അവിടെയുള്ള ഒരു ഭൗതിക വിദ്യാർത്ഥി ചോദിക്കാൻ കാരണം എന്താണ്? അയാൾ ചോദിച്ചത്, ഈ മട്ടൻ തന്നെ ജനിച്ചിട്ടില്ല, ഇത് മട്ടനിന്റെ ക്ലോണിംഗ് ആണ്, മട്ടൻ തന്നെ ഉണ്ടായിട്ടില്ല, അതിന്റെ ഒരു ക്ലോണിംഗ് എന്നാണ് പറയുന്നത്, തിന്നാൻ പറ്റുമെന്നാണ്. സ്വർണത്തിന്റെ കച്ചവടം, നെറ്റ് ബിസിനസ്സുകൾ, വിമാനത്തിലെ യാത്ര, അന്തരീക്ഷത്തിലെ നിസ്കാരം, ഗോളശാസ്ത്ര ഖിബില, ഇതൊക്കെയും നമ്മുടെ ആലിമീങ്ങൾ എത്ര സുതാര്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതല്ലേ പരിശുദ്ധ ദീൻ. ഈ ദീനിലേക്ക് കാലികമായ പ്രോഗ്രസും അപ്ഡേഷനുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന അതാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ പ്രഥമ കമ്മിറ്റി 925 കോഴിക്കോട് കുറ്റിച്ചിറ വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് സംഭവിക്കുകയുണ്ടായി, രൂപീകരിക്കപ്പെട്ടു. പ്രഥമ കാലഘട്ടത്തിലുള്ള പ്രസിഡന്റായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും സെക്രട്ടറിയായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകളും രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിക്കൂ. പിന്നെ പ്രവർത്തനങ്ങൾ ഓരോന്നായി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മേളനങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയിൽ 1934 ഇത് എൻ്റെ സഹപ്രവർത്തകൻ നന്നായിട്ട് നോട്ട് ചെയ്യണം. 1934 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഇന്ത്യയുടെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴേക്ക് 932 ആര് വഫാത്തായി പോയിട്ടുണ്ട്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ചരിത്രം പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണേ. 932 മൂപ്പർ വഫാത്തായി. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അന്ന് സമസ്ത രജിസ്റ്റർ ചെയ്തിട്ടില്ല, മിനിറ്റ്സിലേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നത് 934 അന്നത്തെ പ്രസിഡന്റിന്റെയും മുഷാവറ അംഗങ്ങളുടെയും പേര് സമസ്ത എന്തുമാത്രം ഗൗരവമുള്ള സംഘടനയാണ്, അത് എങ്ങനെ വർത്തമാനം പറയുന്ന സംഘടനയാണ്, അത് തെരുവുകളിൽ ചീത്ത പറയാൻ പറ്റുന്ന സംഘടനയാണോ എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ 40 ആളുകളുടെ പേര് ഞാനൊന്ന് വായിക്കുന്നു. സദസ്സ് എനിക്കത് സമ്മതം തരണം. പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ സെക്രട്ടറി പാങ്ങിൽ ഉസ്താദിനെ പ്രസിഡന്റ് ആക്കി. പിന്നെ വരുന്ന വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം. ഇതൊക്കെ വലിയ ഔലിയാക്കന്മാരാണ് കേട്ടോ. KM അബ്ദുൽ ഖാദർ മൗലവി മങ്കട പള്ളിപ്പുറം വൈസ് പ്രസിഡന്റ്. PK മുഹമ്മദ് ബീരാൻ മൗലവി തിരുവാലി വണ്ടൂർ വൈസ് പ്രസിഡന്റ്. ഇംബിച്ച് അഹമ്മദ് മൗലവി ഫറൂഖ് മുദരിസ് കുറ്റിച്ചിറ വൈസ് പ്രസിഡന്റ്. PV മുഹമ്മദ് ഹാജി. അത് കേൾക്കുമ്പോ ഏതോ ഒരു ചങ്ങായി കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചിന് സമസ്ത എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ വിചാരിച്ച്? എൻ്റെ അനിയൻ 10 കൊല്ലമായിട്ട് സമസ്തൻ്റെ സെക്രട്ടറിയാണ്. ഒരു മഹലിൻ്റെ സെക്രട്ടറി അയാൾ സമസ്തൻ്റെ സെക്രട്ടറി ആക്കി. ഏതോ ഒരു സാധു, അള്ളാഹു അയാൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല ബുദ്ധി അയാൾക്ക് കൊടുക്കട്ടെ. നല്ല ഉഷാറുള്ള ചെറുപ്പക്കാരൻ. എനിക്കറിയാം നല്ല കിണറുകളൊക്കെ ഉള്ള ഉണ്ടായി കൊടുക്കും. പക്ഷെ കിണറുണ്ടാക്കുന്നതും ചതുപ്പ് നിലത്ത് കുളമുണ്ടാക്കും പോലെ അല്ലല്ലോ, ഇതിനെ കുളമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ മൂപ്പർ അന്ന് കോഴിക്കോട് ഹിമായത്ത് ഇസ്ലാമിലെ മുദ്രിസാണ്. പക്ഷെ അങ്ങനെ പറയലി മുഹമ്മദ് ഹാജി എന്നാ പറയുക. അങ്ങനത്തെ കുറെ ഹാജിമാരിൽ ഉണ്ട്. 7 എരിഞ്ഞിക്കൽ അഹമ്മദ് മൗലവി ഫറൂഖ് മുദാക്കരയിലെ മുദ്രിസ് അസിസ്റ്റന്റ് സെക്രട്ടറി. VK മുഹമ്മദ് മൗലവി മാനേജർ അൽ ബയാൻ കോഴിക്കോട് അസിസ്റ്റന്റ് സെക്രട്ടറി. പുതിയകത്ത് മുഹമ്മദ് കോയ ഹാജി സാദാ പള്ളിക്കൽ മുദ്രിസ്. അപ്പൊ ഹാജി എന്ന് പറഞ്ഞാൽ മൊയ്ലിയാറാണ്. അബുസാദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി സമസ്തയുടെ മെമ്പർ, മുഷാവറ മെമ്പർ. അപ്പം ഈ മെമ്പർ തന്നെ വലിയ മുറബിയാണെന്ന് നമുക്ക് ഉറപ്പല്ലേ? ഷാലിയാത്തി തങ്ങള്. ആ മഹാനവറുകളുടെ മുമ്പിൽ വന്ന മഹാന്മാർ സ്വാഭാവികമായും ദർജ കൂടുതലല്ലേ. ഇന്ന് ചില സംഘടനയിൽ കാണും പോലെ ആളെ കൂട്ടിയിട്ട് പാനൽ വായിക്കുന്ന കമ്മിറ്റി അല്ലേ ഇത്. ഇത് ഇൽമിന്റെ ദർജ നോക്കി ഉണ്ടാക്കിയതാണ്. 11ാമത്തത് PP മുഹമ്മദ് മൗലവി ഖാലി ബേപ്പൂർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഇവരൊക്കെ മുഷാവറ അംഗങ്ങളാണ് ഇനി വായിക്കുന്നത്. CM കുഞ്ഞിപ്പോക്കർ മൗലവി കൽപ്പകഞ്ചേരി, സയ്യിദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി പൂക്കോയത്തങ്ങൾ ഖാലി മമ്പാട്,
കെ മുഹമ്മദ് കുട്ടി മൗലവി കൈപ്പറ്റ ഖാദി വണ്ടൂരി, കൊളപ്പുറം കുഞ്ഞഹമ്മദ് മൗലവി ഇരുമ്പിലാശ്ശേരി മുദ്രിസ് ഇസ്ലാഹുൽ ഉലൂം, പി ഉണ്ണിയാലിക്കുട്ടി മൗലവി പൊന്മുണ്ടം മുദ്രിസ്, കെ മുഹമ്മദ് മൗലവി പൊന്നാനി മുദ്രിസ്, നാലകത്ത് മരക്കാർകുട്ടി മൗലവി മഞ്ചേരി മുദ്രിസ്, കെ കെ സദഖത്തുല്ലാ മൗലവി മമ്പാട് മുദ്രിസ്, എം കെ മുഹമ്മദ് മൗലവി ചമ്മങ്കടവ് മുദ്രിസ്, എം പി അലി അസം മൗലവി മുദ്രിസ് കോട്ടുപള്ളി തിരൂർ, പി ഒ ബാബ മൗലവി വടകര മുദ്രിസ്, പി വി അബ്ദുള്ള മുസ്ലിയാർ തലശ്ശേരി പാറക്കടവത്ത് ഖാദി, പാലോട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂര്. ഇദ്ദേഹം ആരാണ് നിങ്ങൾ അറിയോ? പാലോട്ട് മൂസക്കുട്ടി ഹാജി പരിശുദ്ധ ഹറമിൽ യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ശിഷ്യനായി ദർസ് പഠിക്കുകയും പരിശുദ്ധ ഹറമിൽ ദർസ് നടത്തിയ പണ്ഡിതനാണ്. അദ്ദേഹം എൻ്റെ കണ്ണൂർ ജില്ലക്കാരനാണ്. മഹാനായ എൻ്റെ ശൈഖുന നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ജീവിത കാലഘട്ടത്തിലെ 21ാമത്തെ വയസ്സ് മുതൽ പാലോട്ട് മൂസക്കുട്ടി ഹാജിയുടെ വഫാത്ത് വരെ എപ്പോഴും സഹവസിച്ച ആളാണ്. അതുകൊണ്ട് എം.എ. ഉസ്താദ് എനിക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാലോട്ട് മൂസക്കുട്ടി ഹാജിയെ കുറിച്ച് ഞാൻ ഗ്രന്ഥം വായിച്ചതല്ല. പാലോട്ട് മൂസക്കുട്ടി ഹാജിക്ക് അന്ന് കണ്ണൂരിലെ വീട്ടിൽ നിന്നൊരു കത്ത് പോയി. എവിടത്തേക്ക്? ഹറമിലേക്ക്. ഏതാ കത്ത് എന്നറിയോ? നമ്മളൊരു പോസ്റ്റ് കാർഡ് ഉണ്ടായിന് പണ്ട് തപാൽ വകുപ്പിൽ, അല്ലേ? 15 പൈസന്റെ. ആ പോസ്റ്റ് കാർഡിന്റെ അഡ്രസ് എന്താണ് എഴുതിയെന്നറിയോ? പാലോട്ട് മൂസക്കുട്ടി ഹാജി ബാബുസലാം മക്കത്തുൽ മുക്കറം ഹറം ഷരീഫ് മക്കത്തുൽ മുക്കറമ. കത്ത് കണ്ണൂരിൽ നിന്ന് സൗദി പോയി പാലോട്ട് മൂസക്കുട്ടി അത് വായിച്ച് തിരിച്ചു വരുമ്പോ ആ കത്ത് കൊണ്ടുവന്നത്, അക്കത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ പേരമക്കളുടെ വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം വലിയ ആലിമാണ്, ഒരു ഹാജിയാണെന്ന് വിചാരിക്കണ്ട. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട്, എം പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫറൂഖ്, ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചമ്മങ്കടവ് മുദ്രിസ്, കൂരിമണ്ണിൽ പാറപ്പുറത്ത് ഉണ്ണീദ് മുസ്ലിയാർ, കൂരിമണ്ണിൽ മമ്മുണ്ണി മുസ്ലിയാർ മുദ്രിസ്, തെക്കരകത്ത് മുഹമ്മദ് കോയ മുസ്ലിയാർ ഹലുവ ബസാർ കോഴിക്കോട്, എ വി മുഹമ്മദ് മുല്ല ഷെയ്ഖിന്റെ പള്ളി കോഴിക്കോട്, സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ഫ്രാൻസിസ് കോഴിക്കോട്, ഇടിയങ്ങര പി വി കുഞ്ഞിക്കോയ മൊല്ല കോഴിക്കോട്, യു എം അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാർ പനയത്തിൽ പള്ളി പരപ്പനങ്ങാടി, തങ്കയത്തിൽ കുഞ്ഞാപ്പു മൗലവി ചെറുതുരുത്തി, കരിമ്പനക്കൽ അഹമ്മദ് മൗലവി മുദ്രിസ് മഅദനുൽ മണ്ണാർക്കാട്, കൊല്ലോളി അബ്ദുൽ ഖാദർ മൗലവി പുളിക്കൽ, ടി കെ കുഞ്ഞായൻ മുസ്ലിയാർ കോയപ്പ, ഇടിയങ്ങര അബൂബക്കർ മൊല്ല മുദരിസ് ഹിമായത്തുൽ ഇസ്ലാം കോഴിക്കോട്. നിങ്ങൾ നോക്ക്, 934 രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ 40 അംഗങ്ങളുള്ള ഈ ഭാരവാഹികളുടെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇനി നിങ്ങൾ ചരിത്രം ഒന്നുകൂടി പഠിക്കാനുണ്ട്. എന്താണത്? 934 രൂപീകരിച്ച കാലം മുതൽ തന്നെ എല്ലാ വർഷത്തിലും സമസ്തയുടെ സമ്മേളനങ്ങൾ വിളിച്ചു തീർക്കും. എന്നിട്ട് വലിയ ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യും. 927 ഫെബ്രുവരി, 27 ഡിസംബർ, 29 ജനുവരി, 30 മാർച്ച്, 31 മാർച്ച്, 33 മാർച്ച്, അതുപോലെ തന്നെയുള്ള അടുത്തടുത്ത ദിവസങ്ങളിലെല്ലാം സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. 945 മെയ് മാസമാണ് പിന്നെയും സമ്മേളനം നടക്കുന്നത്. അതുപോലെ 17ാം സമ്മേളനം മീൻചന്തയിൽ 47 നടന്നു. ഇങ്ങനെ സമ്മേളനങ്ങൾ പിന്നെ 50 നടന്നു. ആ സമ്മേളനത്തിൽ അതുപോലെ തന്നെ 51 വടകരയിൽ വെച്ചിട്ട് സമ്മേളനം നടന്നു. ആ 51 നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം നടക്കുന്നത്. വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ചുള്ള ആലോചനയും രൂപീകരണവും നടക്കുകയും ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ കൺവീനറായിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റിയുടെ പ്രഥമ യോഗം വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് നടന്നു. ആ യോഗത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപകൽപ്പനയുടെ മാറ്റർ തയ്യാറാക്കി അന്ന് അൽ ബയാനിൽ എഴുതിയ നൂറുൽ ഉലമയുടെ കത്ത് യോഗത്തിൽ ചർച്ച ചെയ്യുകയും നൂറുൽ ഉലമയുടെ 23ഓ 24ഓ വയസ്സാണെന്ന് ഏറ്റവും ചെറിയ കുട്ടിയായ നൂറുൽ ഉലമയെ സമസ്തയുടെ 51 വടകര സമ്മേളനത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഒന്നുകൂടി വിഷയം അവതരിപ്പിച്ചു. ആ സമ്മേളനത്തിൽ തന്നെ കേരളത്തിന്റെ 3 സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ആവശ്യകത പറഞ്ഞിട്ട് സമസ്തക്ക് കത്ത് കിട്ടിയിരുന്നു. പക്ഷെ എം.എ. ഉസ്താദിന്റെ കത്തിലാണ് അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉസ്താദ് എല്ലാം എഴുതി യോഗത്തിൽ വെച്ചു. ആദ്യത്തെ സബ് കമ്മിറ്റിയിൽ നൂറുൽ ഉലമയുണ്ട്. വാളക്കുളത്ത് വെച്ച് ചേർന്ന ആ പുസ്തക കമ്മിറ്റി സിലബസ് കമ്മിറ്റിയിലും എം.എ. ഉസ്താദുണ്ട്. ആദ്യം എഴുതി ഇറങ്ങിയ സമസ്തയുടെ പുസ്തകത്തിന്റെ താരീഖ് എന്ന ഡിപ്പാർട്ട്മെന്റിലെ റഹ്മത്തുൽ ആലമീൻ എന്ന ഗ്രന്ഥം എഴുതിയത് എം.എ. ഉസ്താദിന്റെ പുസ്തകമാണ്.
ആ MA ഉസ്താദ് സമസ്തയുടെ മെമ്പർഷിപ്പ് വാങ്ങിയത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ്. നമ്മുടെ ചരിത്രം വരുന്ന വഴി നോക്ക് നിങ്ങൾ. നമ്മളെവിടെയും പിഴച്ചു പോയിട്ടില്ല. ആ സമസ്തയുടെ രൂപീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്. സമസ്തയുടെ പതാക ചിലർ പറയാറുണ്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയതാണ്. സമസ്ത രജിസ്റ്റർ ചെയ്തിട്ട് പുതിയ കമ്മിറ്റി വരുമ്പോൾ ഓർ വഫാത്തായിനി 32-ൽ. സമസ്തന്റെ ഈ പതാക കൊണ്ടുവന്നത് അയല ഹസ്രത്തിന്റെ മക്കാമിൽ നിന്നാണ്. അത് അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ കൊണ്ടുവന്നത് 1944-ലാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പതാക കണ്ടിട്ടെന്നില്ല. പക്ഷെ പ്രയോഗത്തിൽ പറയുമ്പോഴും ശ്രദ്ധിക്കണം, ചരിത്രം പഠിക്കണം. 44-ൽ കൊണ്ടുവന്ന പതാകയുടെ പച്ചയുടെ ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ കാക്കകളും പക്ഷികളൊക്കെ അതിൽ കാഷ്ടിച്ച് കളയും. അത് നമ്മൾ ഒഴിവാക്കി 961-ലാണ് സമസ്തയുടെ പതാക അംഗീകരിക്കുന്നത്. SYS-നും അംഗീകാരം കിട്ടുന്നത് ആ വർഷത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ സമസ്തയുടെ എല്ലാ കാലഘട്ടങ്ങളിലും നവോത്ഥാന നായകരായി രംഗത്ത് വന്നതും നമ്മുടെ ഉലമാക്കൾ തന്നെയാണ്. 1974-ലാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് മുഷാവറ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 75-ൽ കാന്തപുരം ഉസ്താദ് SYS-ന്റെ ആക്ടിംഗ് സെക്രട്ടറിയായി. 76-ൽ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റായി മഹാനായ EK ഹസൻ മുസ്ലിയാർ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ജനറൽ സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദിനെയും തെരഞ്ഞെടുത്തു. ചാപ്പനങ്ങാടി ഒരു വഫാത്തായോണ്ട് ഒഴിവ് നികത്തിയതല്ല. ഓറക്കാലത്ത് തന്നെ വലിയാണ് മഹാനവറുകൾ. ഓറക്കാലത്ത് തന്നെയാണ് ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ പവർ അത്ര വലുതാണ്. കാന്തപുരം ഉസ്താദിന് അല്ലാഹു കൊടുത്ത ദർജ വലുതാണ്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 1956 മുതൽ മുഷാവറ മെമ്പറാണ് താജുൽ ഉലമ. 76-ൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റായി. പിന്നീട് മഹാനവറുകൾ വൈസ് പ്രസിഡന്റായ കാലം അവരുടെ വലിയ ശൈഖായ കണ്ണിയത്ത് ഉസ്താദ് മീറ്റിങ്ങിന് വരുത്ത് കുറവാണ്. അന്ന് 3 മീറ്റിങ്ങിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ള നിയമവും വന്നില്ല. അന്ന് ആലിമീങ്ങളുടെ ഇൽമിനും ദർജക്കുമാണ് വാല്യൂ. അപ്പൊ താജുൽ ഉലമയാണ് മിക്കവാറും സമസ്തയുടെ മിനിറ്റ്സുകളിൽ അധ്യക്ഷൻ. കണ്ണിയത്ത് ഉസ്താദ് പലപ്പോഴും ശിഷ്യനെ ഏൽപ്പിച്ചതാണ് ഈ സമസ്ത. ശംസുൽ ഉലമ ഹയാത്തിലുള്ള കാലത്ത് തന്നെ 1957-ലാണ് ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുന്നത്. മഹാനായ താജുൽ ഉലമ വൈസ് പ്രസിഡന്റ്. അങ്ങനെയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി വളരെ പെട്ടെന്ന് തന്നെ കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നു. കാന്തപുരം ഉസ്താദ് ബാക്കിയാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പൂനൂരിൽ നടന്നൊരു ത്വരീഖത്ത് സമ്മേളനം. ആ സമ്മേളനത്തിൽ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ വലിയ പണ്ഡിത വ്യൂഹമുണ്ട്. സ്വാഗതം പറഞ്ഞത് കാന്തപുരം ഉസ്താദാണ്. ആ കാന്തപുരം ഉസ്താദിന്റെ സ്വാഗതം കഴിഞ്ഞു വാദഗതികളും പ്രത്യവിവാദങ്ങളും വാദമുഖങ്ങളും കഴിഞ്ഞു. തരീക്കത്തുകാർ ഒളിച്ചോടി. ജനങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല. സ്വലാത്ത് 3 ചൊല്ലിയിട്ടും ജനങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല. ജനങ്ങൾ മുഴുവനും ശംസുൽ ഉലമയോട് സദസ്സെന്ന് പറയാണ്, ആ സ്വാഗതം പറഞ്ഞ മൗലിയാർ ഒന്നും കൂടി പ്രസംഗിക്കണോ? അങ്ങനെ 2 മണിക്കൂർ നീണ്ട സമാപന പ്രസംഗം നടത്തി. ശംസുൽ ഉലമ മുഴുവനും കേട്ടു. ശംസുൽ ഉലമനെ വിളിച്ചിട്ട് പറഞ്ഞു, AP ഉസ്താദിനോട് നിങ്ങൾ ബാക്കിയാത്തുനിന്ന് വന്നിട്ട് എന്നെ കാണണം. പിന്നെയുള്ള ആ സഹവാസത്തിലാണ് സമസ്തയുടെ താലൂക്ക് ഘടകങ്ങളും ജില്ലാ ഘടകങ്ങളും ആക്റ്റീവായിട്ട് വന്നത്. അതുവരെ സമസ്ത ഉലമാക്കളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഷംഹാനായ കാന്തപുരം ഉസ്താദിന്റെയും EK ഹസൻ മുസ്ലിയാരുടെയും നേതൃത്വം SYS വഹിക്കുന്ന സമയമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഗോൾഡൻ കാലഘട്ടം. അന്നാണ് ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. കേരള പിറവി നടന്നിട്ടും 20 കൊല്ലമേ ആയിട്ടുള്ളൂ. മുസ്ലിമീങ്ങളുടെ ഗ്രാമീണ ജീവിതങ്ങൾ പ്രശ്നത്തിലാണ്. വേണ്ടത്ര സ്കൂളുകളില്ല. സമ്പന്നരായ കുറെ ആളുകൾ സ്കൂളും കോളേജും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ പൈസക്ക് വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ്. ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നില്ല. നോക്കൂ, പിന്നീട് 73 കാലഘട്ടത്തിൽ കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകരായി SSF രംഗത്ത് വന്നു. 73-ലാണ് സ്റ്റേറ്റ് തലത്തിൽ SSF വരുന്നതെങ്കിലും സൈദിയായുടെ പ്രവർത്തനങ്ങൾ ഉസ്താദ് 70-ൽ
കാസർഗോഡ് ദേളിയിൽ ആരംഭിച്ച നേരത്ത് മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് കാഞ്ഞങ്ങാട് ജോലി ചെയ്യുന്ന നേരത്ത് മഹാനായ ശൈഖുന PA ഉസ്താദ് കാഞ്ഞങ്ങാട് ഖാദിയായ കാലത്ത് അവിടെയുള്ള ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് സമർഖന്ദിയ കാഞ്ഞങ്ങാട് നടന്ന സമ്മേളനത്തിൽ സ്റ്റേറ്റ് തലത്തിൽ SSF വരുന്നതിന്റെ 6 മാസം മുന്നേ SSFന്റെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച നേതാവാണ് നൂറുൽ ഉലമ. ഉസ്താദിന്റെ ശിഷ്യന്മാർ ആ കാലഘട്ടത്തിൽ മതഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു. നൂറുൽ ഉലമ MA ഉസ്താദ് തളിപ്പറമ്പ് കോളേജ് കുവ്വത്ത് കോളേജിൽ മുദരിസായ സമയത്താണ് 4 വിദ്യാർത്ഥികൾ കയറി വരുന്നത്. അവർക്ക് സർ സയ്യിദിൽ ഡിഗ്രിക്ക് കോഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് ദർസ് പഠിക്കണം. ആ 4 ആളുകൾ വന്നത് വലിയ ആളുകളുടെ റെക്കമെൻഡോട് കൂടിയാണ്. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അന്നവിടെ മുദരിസായിരുന്ന കുമ്പോൽ PA ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന PA ഉസ്താദ്, അവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ട് ഈ ഭൗതികം പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് മതം പഠിപ്പിച്ചു കൊടുത്തു. സർ സയ്യിദിൽ പഠിക്കുമ്പോൾ തന്നെ കുവ്വത്തിലും അവർക്ക് പഠിക്കാം. അതിൽ പഠിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് മഹാനായ കൻസുൽ ഉലമയുടെ പുതിയാപ്പിളയായി മരിച്ച മഹാനായ കാഞ്ഞങ്ങാട് ഖാദി PA ഉസ്താദിന്റെ മൂത്ത മകൻ പ്രൊഫസർ അഹമ്മദ് സഈദ് ഫറൂഖ് കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടാണ് റിട്ടയർഡ് ആയത്. അതുപോലെ തന്നെ മഹാനായ ഹാമിദ് തങ്ങൾ ദുബായിൽ നിന്ന് മരണപ്പെട്ട താജുൽ ഉലമയുടെ ഭാര്യ സഹോദരന്റെ മകൻ മഹാനവറുകൾ അന്നത്തെ അവിടുത്തെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അൽ ഐൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി റിട്ടയർഡ് ചെയ്ത അൽ ഇർഫാദ് മാസികയുടെ UAE കറസ്പോണ്ടിങ് എഡിറ്റർ ആയിരുന്ന, ഇപ്പോൾ കോഴിക്കോട് രാമനാട്ടുകര ക്രസന്റ് ഹോസ്പിറ്റൽ MD ആയി വർക്ക് ചെയ്യുന്ന PAK മുഴപ്പാല ആ ഗാങ്ങിൽപ്പെട്ട ആളാണ്. സിറാജ് പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ കുഞ്ഞബ്ദുള്ള കടമേരി MA ഉസ്താദിന്റെ തളിപ്പറമ്പിലെ ശിഷ്യന്മാരിൽപ്പെട്ട മതഭൗതിക വിദ്യാർത്ഥികളാണ്. അന്ന് തുടങ്ങിയ രൂപത്തിന്റെ ഏറ്റവും സുന്ദരമായ രൂപമാണ് ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിൽ ഇന്ന് നടക്കുന്ന മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾ ആലോചിക്കൂ, ആ PAK മുഴപ്പാലയാണ് ആക്ടിംഗ് സെക്രട്ടറി സബ് കമ്മിറ്റിയിലെ. ഇങ്ങനെ SSF പിന്നെ സ്റ്റേറ്റ് തലത്തിൽ മഹാനായ വഫ സാഹിബിന്റെയും മഹാനായ മറ്റു നേതാക്കളുടെ എല്ലാം നേതൃത്വത്തിൽ ആക്റ്റീവായി പ്രവർത്തിച്ചു. ഗോൾഡൻ ജൂബിലിയുടെ വർഷം കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കലാപ കലുഷിതമായ ഇന്ത്യയിൽ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ വീട്ടിൽ ഒളിച്ചു നിൽക്കുന്ന കശ്മീരിന്റെ മലമടക്കുകളിൽ താമസിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും ഒരു പോലീസുകാരന്റെയോ ഒരു ഡിഫൻസ് ഓഫീസറുടെയോ സംരക്ഷണമില്ലാതെ മെറ്റൽ ഡിറ്റക്ടർ കാറിൽ സഞ്ചരിക്കാതെ ഓപ്പൺ ജീപ്പിലൂടെ തൂവെള്ള വസ്ത്രം ധരിച്ച SSF സിന്ദാബാദ് പറഞ്ഞ പ്രവർത്തകർ നടന്നു നീങ്ങി ബോംബെയിൽ സമാപനത്തിന്റെ വാക്കുകൾ മഹാനായ സുൽത്താനുൽ ഉലമയുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ധൈര്യമുള്ള ഒരു പൊളിറ്റിക്കൽ സംഘടന ഇന്ത്യയിലുണ്ടോ? ഒരു രാഷ്ട്രീയ സംഘടനക്കും ഒരു മന്ത്രിക്കും ഒരു പ്രധാനമന്ത്രിക്കും ഇത്ര ഓപ്പണായി കാര്യങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് നീങ്ങാനാവില്ല. കാരണം ആത്മീയതയാണ് നമ്മുടെ അസറ്റ്. ആ ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് SSFന്റെ കർമ്മം സജീവമായി. ആ SSF ഇപ്പോഴും നമ്മുടെ നേതൃനിരയുടെ അഭിമാനമാണ്. നമ്മുടെ SSFന്റെ കുട്ടികളെ കാണുമ്പോ അവരിൽ ഒരാൾ മയക്കുമരുന്നിൽ പോയിട്ടില്ല, അവരിൽ ഒരാൾ ഉമ്മയെ ബലാത്സംഗം ചെയ്തിട്ടില്ല, അവരിൽ ഒരാൾ കളവിന് കൂട്ടുനിന്നിട്ടില്ല. കാരണം അവർ തലയിൽ വെച്ച തൊപ്പിയുടെ ധവള പതാകയുടെ ഹരിതശുഭ പതാകയുടെ പവർ എന്താണെന്ന് അവർക്കറിയുന്നത് കൊണ്ട് അവർ കൽബിൽ ചേർത്തു പിടിച്ചതാണ് SSF. ആ SSF മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൂടെയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി സമസ്തയുടെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ചപ്പോൾ അതിന്റെ പ്രസിഡന്റാണ്, പാങ്ങിൽ ഉസ്താദ് സെക്രട്ടറിയാണ്. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്ക് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വഫാത്തായപ്പോ സ്വാഭാവികമായും പാങ്ങിൽ ഉസ്താദ് പ്രസിഡന്റായി. അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വരൂലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ കാലഘട്ടം ലാസ്റ്റായി. ശംസുൽ ഉലമ എന്ന മഹാപണ്ഡിതനും അവർ നേതൃത്വ കാലത്ത് തന്നെ ഏൽപ്പിച്ച 2 അനുയായി നേതൃത്വം മഹാനായ താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും സമസ്തയുടെ ജനറൽ ബോഡിയിൽ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടുന്നതിലേക്ക് എത്തിയത് അത് ആരുടെ കുറ്റമാണ്? ഈ ഉമ്മത്ത് ഏറ്റെടുത്തതല്ലേ?
ഈ ഉമ്മത്ത് ഉസ്താദിനെ ഏറ്റെടുത്തതല്ലേ? ഈ ഉമ്മത്ത് താജുൽ ഉലമയെ ഏറ്റെടുത്തതല്ലേ? ഈ ഉമ്മത്ത് നൂറുൽ ഉലമയുടെ കൂടെ നിന്നതല്ലേ? ഈ ഉമ്മത്ത് കൻസുൽ ഉലമയുടെ കൈ പിടിച്ചതല്ലേ? ഈ ഉമ്മത്ത് താജുൽ ശരീഅയുടെ കൂടെ നിന്നതല്ലേ? 5000-ലധികം വരുന്ന പണ്ഡിതന്മാരാണ് ഈ നേതൃത്വത്തിനെ ഏറ്റെടുത്തത്. ഈ നേതൃത്വം ലോകത്തിന്റെ മുമ്പിൽ ചിന്തിക്കാൻ തന്നെ അറ്റം കിട്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തി പവർ കാണിച്ചവരാണ്. ഡിസംബർ 6 പോസ്റ്ററുകൾ ഇറങ്ങും, വാട്സപ്പിൽ മെസ്സേജ് വരും. അന്ന് തകർക്കപ്പെട്ട പള്ളിക്ക് പകരം എത്ര പള്ളികൾ ഇവരുണ്ടാക്കി? 5000-ലധികം മസ്ജിദ് സുൽത്താനുൽ ഉലമ ഇന്ത്യയിൽ നിർമ്മിച്ചു. പഞ്ചാബിൽ മാത്രം 78 മസ്ജിദുകൾ കാന്തപുരം ഉസ്താദ് നിർമ്മിച്ചു. പഞ്ചാബിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റായ ഹരിയാനയിൽ ഒരു പള്ളി നിർമ്മിച്ചു. അസർ നിസ്കാരത്തിന് ഉദ്ഘാടനം. ആ പള്ളിയുടെ ചുമരിന്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട്. ഉച്ചക്ക് 3 മണിക്ക് അമ്പലത്തിൽ മണിമുട്ടും. അസർ ബാങ്ക് കൊടുത്തു, മൈക്കിൽ തന്നെ. 35 ആളുകളാണ് ജമാഅത്തിന്. ചെറിയ പള്ളിയാണ്. ആ പള്ളിയുടെ താർപ്പായി കെട്ടിയ മുറ്റം. അസർ നിസ്കാരം കഴിഞ്ഞ് എല്ലാവർക്കും ഒരു സമൂസയും കാപ്പിയുമുണ്ട്. അത് കുടിക്കാൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അമ്പലത്തിലെ പൂജാരിയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം 7 ആളുകൾ കയറി വന്നു. നിക്കിരിക്കരുത് എന്ന് പറയാനല്ല, ഞങ്ങളുടെ ഭായിമാർ അവരുടെ ചെറുപ്പത്തിലെ ഈ ബാങ്ക് കേട്ടിട്ടുള്ളൂ. ഇത് നിങ്ങൾ നിർമ്മിച്ചത് സന്തോഷമായി എന്ന് പറയാനാണ്. അത് കാന്തപുരം ഉസ്താദിന്റെ സമസ്തയുടെ മാത്രം പവറാണ്. കേരള യാത്ര കഴിഞ്ഞിട്ട് കർണാടകയുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോ മൈസൂരിന്റെ ഭാഗത്ത് വെച്ച് അമുസ്ലിങ്ങളായ കുറച്ചാളുകൾ ഉസ്താദ് സഞ്ചരിച്ച വാഹനത്തിന് തടഞ്ഞു. എന്തിനാ തടഞ്ഞത്? ഗോ ബാക്ക് വിളിക്കാനല്ല, മൗലാന സാഹിബിനെ കാണണം. മൗലാന സാഹിബിനെ കണ്ടപ്പോ മൗലാന സാഹിബിനോട് പറയാണ്, ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കണം. ഇതാരോടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇനി പറയേണ്ടത്? ഇവിടെ സംഘട്ടനമില്ലല്ലോ, അക്രമമില്ലല്ലോ, ചീത്ത പറയലില്ലല്ലോ. 7000-ലധികം പെൺകുട്ടികൾ മർക്കസിന്റെ കീഴിൽ മാത്രം ഹാദിയ കോഴ്സ് പൂർത്തിയാക്കിയവരാണ്. അവരിൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞ ചരിത്രമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് അദബാണ്, അഖീദയാണ്, അഹ്ലുസ് സുന്നയാണ്. ഇത് മറ്റൊരാൾക്കും ഏറ്റെടുത്ത് നടത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിന്റെ ഭാഗവാക്കാകുവാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഉമ്മയും ഉപ്പയും സ്വാലിഹീങ്ങളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തൂല, നമ്മളിവിടെ എത്തൂല. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പഠിക്കൂ. ഒരു പണ്ഡിതനെ കുറിച്ച് ജെഎൻയുവിലും അതുപോലെ ദയൂബന്ദിലുമുള്ള ഇന്ത്യയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ PhD സബ്ജക്റ്റ് ആണ് കാന്തപുരം ഉസ്താദ്. എന്താ എഴുതിയത്? വെള്ളക്കുപ്പായിരുന്നു ഉസ്താദ് എന്നോ? ഉസ്താദിന്റെ 10 പാർട്ടുകളാണ് PhDക്ക് എടുത്തത്. ഇനിയും വിദ്യാർത്ഥികൾ തയ്യാറാവുകയാണ്. ഒരു ആലിമിനെ കുറിച്ചാണ് എഴുതുന്നത്. അല്ലാഹു ശൈഖുനയെ സൃഷ്ടിച്ച രൂപം തന്നെ നിങ്ങൾ നോക്കൂ. ഒരൊറ്റ മനുഷ്യന് ഒത്ത നീളം, ഭംഗി, ശബ്ദം, ബുദ്ധി. എന്താണ് ഇനി പറയേണ്ടത്? സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത സഖാഫിമാർ ഈ സദസ്സിലുണ്ടല്ലോ. ദൈനംദിനം പൊതുജനങ്ങൾ വരികയാണ് ഉസ്താദിന്റെ സഹീഹുൽ ബുഖാരിയിൽ പങ്കെടുക്കാൻ. അങ്ങനെ വരുന്നു. എന്തിന്? 4 മദ്ഹബുകൾ ചർച്ച ചെയ്യും സഹീഹുൽ ബുഖാരിയിൽ. സഹീഹുൽ ബുഖാരി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ബൈസ് ചെയ്തിട്ടാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന UP പണ്ഡിതന്മാരായ ഹനഫി മദ്ഹബുകാർ ഉണ്ട് അവിടെ. ഷാഫി മദ്ഹബിൽപ്പെട്ടവർ തന്നെ മാലിക്കി മദ്ഹബിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹനഫിക്കാർ ഹംബലി മദ്ഹബിനെ പറ്റി ചോദിക്കും. എന്തും ചോദിക്കാം. അവിടുന്ന് ഒരു ബഹർ പോലെ മറുപടി പറഞ്ഞു തരും. വിദ്യാർത്ഥിയുടെ ശങ്കകളെ പൂർണ്ണമായി കൃത്യമായി അളന്ന് മുറിച്ച മറുപടി. അവിടുത്തെ ഭാഷാ വൈദഗ്ധ്യം വലുതാണ്. അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും സംസാരിക്കും സുൽത്താനുൽ ഉലമ. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ 17 യൂണിവേഴ്സിറ്റികളിലേക്ക് മർക്കസിന് അഫിലിയേഷൻ കിട്ടാൻ കാരണം മർക്കസ് ഈ സംഘടനയുടെ സ്ഥാപനമായതുകൊണ്ടാണ്. മർക്കസ് കാന്തപുരം ഉസ്താദിന്റേതല്ല, മർക്കസ് സുന്നി യുവജന സംഘത്തിൻ്റെതാണ്, സമസ്തയുടേതാണ്, കേരള മുസ്ലിം ജമാഅത്തിൻ്റെതാണ്, SSFിൻ്റെതാണ്, ചേർത്തു പിടിച്ചതാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇന്ന് മർക്കസ്.
1978 മർക്കസിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ നിശ്ചയിച്ചു. ഹറമിൽ നിന്ന് സയ്യിദ് മുഹമ്മദ് മാലിക് അലവി മക്ക തങ്ങൾ വരുന്നുണ്ട്. സ്ഥലം കിട്ടിയിട്ടില്ല. CM വലിയുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. സങ്കട നിവർത്തനത്തിന് പോയി സങ്കടം പറഞ്ഞു. സ്ഥലം ലഭ്യമാണെന്ന് പറഞ്ഞു കൊടുത്തു. തിരിഞ്ഞു വന്ന വഴിക്ക് സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലത്തിന് അവിടെ വെച്ചാണ് മഹാനായ ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് പാലക്കാട് കോട്ടയിലേക്ക് പോകുമ്പോ അവിടുത്തെ സേനകളും പട്ടാളക്കാരും റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇന്ന് കാരന്തൂരിലെ മർക്കസ് ഉള്ള സ്ഥലം. ആ നിലയിൽ നേരത്തെ തന്നെ മർക്കസിന്റെ തുടക്കം തന്നെ അനുഗ്രഹീതമായ വഴികളിൽ എത്തിച്ചേർന്നപ്പോ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഭാഷകൾ വ്യത്യസ്ത ഗ്രാമീണ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ആളുകളും മർക്കസ് എന്ന് പറയുമ്പോ അക്ഷരം തെറ്റിപ്പോകൂല. അതൊരു ഹെഡ്ക്വാർട്ടേഴ്സായി. മുത്തലാഖിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രമേയം അവതരണം നടക്കുന്നു. കേരളത്തിലെ ഒരു MP കാന്തപുരം ഉസ്താദിന് ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്താണ് ഞാൻ ഇടപെടേണ്ടത്, ഉസ്താദ് പറഞ്ഞു തരണം. ഇന്ത്യൻ പാർലമെന്റിന്റെ പൂന്തോട്ടത്തിൽ ഇരുന്നാണ് അദ്ദേഹം ഫോൺ ചെയ്തത്. ഇനി പഞ്ചാബിലുള്ള വിഷയങ്ങൾക്ക് ഉസ്താദിനെയാണ് വിളിക്കുന്നത്. ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപുകളിൽ നിന്ന് ഉസ്താദിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ഉസ്താദിനൊരു ചെറിയ റെസ്റ്റ് കൊടുത്തു. രോഗമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഒരു റെസ്റ്റ് കൊടുത്തു. ആ റെസ്റ്റ് ഇല്ലെങ്കിൽ ഉസ്താദ് പിന്നെയും ഓടും. റെസ്റ്റ് കൊടുത്തപ്പോ ഉസ്താദിന് അല്ലാഹു ഇസ്തിറാഹത്തിന്റെ കാലത്തിന്റെ ശേഷം പഴയതേക്കാൾ പ്രോജ്വലമായി നമുക്ക് ലീഡറായി തിരിച്ചു തന്നു. അല്ലാഹു അവിടുത്തെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും വർദ്ധിപ്പിക്കട്ടെ. സഹോദരന്മാരെ, 18,000-ലധികം വരുന്ന യതീമുകൾക്ക് ഭക്ഷണം കൊടുത്തു. അബുദാബിയിലെ അഡ്നോക്ക് കമ്പനിയിൽ 8,000-ഓളം വരുന്ന ആളുകൾക്ക് ജോലി കൊടുത്തു. 5,000-ലധികം മസ്ജിദ് നിർമ്മിച്ചു. ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ജനങ്ങൾക്ക് വെള്ളവും വായുവും കിട്ടുകയാണ്. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ സമാപനത്തിൽ പറയട്ടെ, നിങ്ങളെപ്പോഴും ഈമാനിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ഈ സത്യവിശ്വാസികളോട് പറയുകയാണ്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകന്മാർ തഹജ്ജുദ് നിസ്കരിക്കണം. ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ളത് അടിയന്തരമായി പൂർത്തിയാക്കണം. സുന്നത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. ദുഹാ നിസ്കരിക്കാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു സ്വബിഹിന്റെ ശേഷം നമുക്കങ്ങനെ ഒരു ദിവസം ഉണ്ടാവരുത്. തഹജ്ജുദിന്റെ നേരത്ത് നിങ്ങൾ കണ്ണീര് വാർക്കണം. തഹജ്ജുദിന്റെ നേരത്ത് നിങ്ങൾ കണ്ണീര് വാർക്കണം. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിന് വേണ്ടി. ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർത്ത നേതാവാണ് താജുൽ ഉലമ. താജുൽ ഉലമയുടെ ഇൽമും ഈമാനും മഹബ്ബത്തും തമ്മിലുള്ള ബന്ധം അത്ഭുതകരമല്ലേ? ആ താജുൽ ഉലമയുടെ ഒരു ധൈര്യത്തിലല്ലേ ഈ ഉമ്മത്ത് മുന്നിട്ടിറങ്ങിയത്? പരാജയപ്പെട്ടില്ലല്ലോ. താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അന്ന് സമസ്തയുടെ വിഷയത്തിൽ പുതിയ ഒരു ജനറൽ ബോഡി രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ? ഇന്ന് എല്ലാ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലും നിയമസഭയിലും പാർലമെന്റിലും ഇന്റർനാഷണൽ സമ്മേളന വേദികളിലും കേരള മുസ്ലിങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖ് അബൂബക്കറിന്റെ അനുയായികളാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നിടത്തേക്ക് എത്തിയില്ലേ? മുല്ലപ്പൂ വിരിച്ച നിലയിലാണോ വന്നത്? മാലയിട്ട നിലയിലാണോ അവര് വന്നത്? ഉസ്താദിന്റെ യാത്രയെ തകർക്കാൻ, ഉസ്താദിനെ കൊല്ലുവാൻ, ഉസ്താദിനെ നശിപ്പിക്കുവാൻ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിച്ചവർ അവര് വന്നിട്ട് കൈപിടിച്ച് മുത്തി മാപ്പ് പറയുകയാണ്. താജുൽ ഉലമയുടെ പ്രവർത്തനത്തിന് തടയിട്ടില്ലേ? മഹാനായ നൂറുൽ ഉലമയുടെ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്താൻ നോക്കിയില്ലേ? നിങ്ങൾ നോക്കൂ, കൻസുൽ ഉലമയും താജുൽ ശരിയയും താജുൽ ഫുഖഹാവും ഖുറത്തുസ് സാദാത്തുമെല്ലാം നമുക്ക് നേതൃനിരയിൽ ആവേശം തന്നവരാണ്. കാരണം വകൂനു മഅസ് സാദിഖീൻ, സജ്ജനങ്ങളെപ്പരം കൂടണം, സത്യം പറയുന്നവരെപ്പരം കൂടണം, ആരോടും ആക്ഷേപം പാടില്ല.
ആരെയും നമ്മൾ ചീത്ത പറയേണ്ടതില്ല. പ്രവർത്തകന്മാരായ നാം ഓരോരുത്തരും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് തന്ന ദിക്ർ ചൊല്ലുക, മഹാന്മാര് തന്ന ഹദ്ദാദ് റാത്തീബ് ചൊല്ലുക, വീടുകളിൽ മഹ്ലറത്തുൽ ബദരിയ നടത്തുക. നമ്മളെ വീടുകളിൽ ഭാര്യമാർക്ക് നമ്മളൊരു ആശ്രയവും ആശ്വാസവുമാകണം. നമ്മളെ മക്കൾക്ക് SSFനെ പഠിപ്പിച്ചു കൊടുക്കണം. കൽബുകളിൽ ഒരിക്കലും തന്നെ ഈർഷ്യത, ദേഷ്യം, ഗലാട്ടെ ഉണ്ടാവരുത്. സോഫ്റ്റ് കോർണർ ആകണം. ആ സോഫ്റ്റ് കോർണറായി കിട്ടാൻ നിങ്ങളൊരു കൗൺസിലിങ്ങിന് വിധേയമാകണ്ട. നിങ്ങളുടെ വീടുകളിൽ മക്കളെ ഇരുത്തി ഹദ്ദാദ് റാത്തീബും മങ്കൂസ് മൗലൂദും ചൊല്ലിയാ മതി. ഹബീബായ തങ്ങളുടെ മഹത്വങ്ങൾ പാടിക്കേട്ടാ മതി. ഏത് കടുകട്ടിയുള്ള ഹൃദയവും അലിഞ്ഞലിഞ്ഞില്ലാതാകും, നന്മയുടെ വാക്താക്കളാകും. അതിനല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നന്മയിൽ വർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി